നമസ്കാരം. മലയാളിയുടെ മനസ്സിലാരെ മറുനാടൻ മലയാളി സർവേ 2026 രണ്ടാം ഘട്ട ഫലപ്രഖ്യാപനം. ഇന്ന് എന്നോടൊപ്പം രമേശ് കരുണാകരൻ സീനിയർ ജേർണലിസ്റ്റാണ്, അദ്ദേഹവും കൂടിയുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഉത്തര കേരളമായിരുന്നു. ഏതാണ്ട് 48 സീറ്റുകൾ. അതിൽ ഫലം UDF 28, LDF 19, NDAക്ക് ഒരു സീറ്റിലും വിജയസാധ്യത രണ്ടുപേർക്കും തുല്യമാണ്. മഞ്ചേശ്വരത്ത് തുല്യമായിരുന്നു, NDAക്കും തുല്യമായിരുന്നു. ഇതായിരുന്നു ഇന്നലത്തെ ഫലപ്രഖ്യാപനം. ഇന്ന് നമ്മൾ മധ്യ കേരളത്തിലേക്ക് വരികയാണ്. അതായത് പാലക്കാട് തുടങ്ങുന്നു. പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി, കോട്ടയം, 5 ജില്ലകൾ. എത്ര മണ്ഡലങ്ങളാണ്? ഇന്ന് 101 സീറ്റിന്റെ ഫലമായിരിക്കും മൊത്തം 53 മണ്ഡലം. മൊത്തത്തിൽ 53 മണ്ഡലങ്ങളാണ് ഇന്ന് വരാൻ പോകുന്നത്. വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യത്യസ്തമായ രീതിയിൽ നമ്മളിതിനെ വിലയിരുത്തുമ്പോൾ ഇതെപ്പോഴും പ്രേക്ഷകരോട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പറയുന്നു, ഇത് നമ്മുടെ ഒരു ധാരണയാണ്. നമ്മൾ വളരെ 2000-ഓളം സാമ്പിളുകൾ എടുത്തു. എനിക്കൊന്ന് മറ്റ് ചാനലുകളൊന്നും തന്നെ അങ്ങനെ ഫീൽഡിൽ പോയി എടുത്തായിട്ട് നമുക്ക് അറിയില്ല. നമ്മളവിടെ പോയവരാരും കണ്ടിട്ടില്ല. അത് പിന്നെ ഈ മരുഭൂമിയുടെ ഏതെങ്കിലും, അതായിരിക്കും. പക്ഷേ ഇതുവരെ അവരാരും വിഷ്വൽസ് പുറത്തുവിട്ടിട്ടില്ല. നമ്മൾ വിഷ്വൽസ് പുറത്തുവിടുന്നുണ്ട്. ഇതോടൊപ്പം പിന്നെ അവർ പലരും പല സ്വകാര്യ ഏജൻസികളെയും കൊണ്ട് അവരെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ചാനലുകൾക്ക് നേരിട്ട് ബന്ധം ഇതിലില്ല. അതുകൊണ്ട് പലപ്പോഴും ചാനലുകളോട് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ അറിയത്തില്ല ഏജൻസി. പക്ഷെ ഞങ്ങൾ കൃത്യമായി 7 പ്രധാന ടീമുകളെ തിരിച്ച് ആ 7 ടീമുകളും സ്ഥലത്ത് പോയി കൃത്യമായി പരിശോധിച്ചുള്ള ഒരു നീക്കമായിരുന്നു. നമുക്ക് ആദ്യം പാലക്കാടിലേക്ക്. പാലക്കാട് ആകെയുള്ളത് 12 മണ്ഡലങ്ങളാണ്. ഈ 12 മണ്ഡലങ്ങളിൽ നിലവിൽ ഏതാണ് UDF 2 സീറ്റാണ്. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ്. മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണുള്ളത്. പാലക്കാട് എന്ന് പറഞ്ഞാൽ CPM വളരെ ശക്തി കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. തുടർഭരണം വേണമെങ്കിൽ CPM മാക്സിമം സീറ്റ് കിട്ടേണ്ട ഒരു ജില്ലയാണ്. ഇവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചം ഉണ്ടാക്കിയാൽ പോലും UDF ഭരണം കിട്ടുക എന്ന് വേണം വിലയിരുത്താൻ. അത്രയും പ്രധാനപ്പെട്ട സീറ്റാണ്, സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പാലക്കാട് 12 സീറ്റിൽ നിലവിൽ 2 സീറ്റാണ് UDF 10 സീറ്റും LDF. അതിലൊരു സീറ്റ് ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും നേരത്തെ തന്നെ ഷാഫിക്കായിരുന്നു. നമുക്ക് ആദ്യം തരൂരിലേക്ക് പോകാം. തരൂരാണ് LDF നിലവിലുള്ള സിറ്റിംഗ് സീറ്റ്. തരൂരിന്റെ അവസ്ഥ എങ്ങനെയാണ്? തരൂർ എന്ന് പറഞ്ഞാൽ CPM ശക്തി കേന്ദ്രമാണ്. അവിടെ ഒരു അട്ടിമറി ആരും കോൺഗ്രസ് പോലും ഒരുപക്ഷെ ഇത്തവണയും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലമാണ് തരൂർ. അത്ര ഉരുക്ക് കോട്ടയാണ് തരൂർ. CPM ഉരുക്ക് കോട്ടയാണ്. തരൂരിലെ ഫലം എന്ന് പറഞ്ഞാൽ ഇത്തവണയും മാറാൻ സാധ്യതയില്ല. നമ്മുടെ സർവേ ഫലം LDF 50, UDF 32, NDAക്ക് 14, മറ്റുള്ളവർക്ക് 2, നോട്ടേക്കും. അതായത് വളരെ നല്ല മുന്നേറ്റം ഇത്തവണയും തരൂർ CPM കാഴ്ചവെക്കും. CPM തന്നെ തരൂർ മണ്ഡലം എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ നിലനിർത്തും. ആലത്തൂരിലെ സാധാരണ ഗതിക്ക് CPM ഒരു കുത്തക സീറ്റാണ്. പക്ഷെ അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മാറുന്നതിന് സൂചനകൾ വിജയിച്ചിട്ടില്ല. പക്ഷെ മാറുന്നതിന്റെ വലിയ സൂചനകൾ അത് കാണിക്കുന്നു. അതേപോലെ തരൂര് പോലെ തന്നെ ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂരും. പക്ഷെ ആലത്തൂരിന്റെ സ്ഥിതി മാറിയിരിക്കുന്നു. ഇത്തവണ ആലത്തൂരിൽ LDF 44, UDF 42, NDAക്ക് 11, മറ്റുള്ളവർ 1, നോട്ട്. 2% വ്യത്യാസം മാത്രമേ ആലത്തൂരുള്ളൂ. അത് ഒരു ഭരണവിരുദ്ധ വികാരം അവിടെയും ഉണ്ട് എന്ന് കാണുകയാണ്. പക്ഷേ അവരുടെ സംഘടനാ സംവിധാനം കൊണ്ട് അവർ ജയിച്ചു വരികയാണ്. തൃത്താലയിലേക്ക് പോകും. തൃത്താലയിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. രണ്ടുപേർക്കും നിർണായകമാണ്. തൃത്താലയിൽ നമുക്കറിയാം MB രാജേഷ് എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ മന്ത്രി മത്സരിക്കുന്ന സ്ഥലമാണ്. CPM സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിനായി മത്സരിക്കുന്ന VT ബൽറാമാണ്. VT ബൽറാം അവിടുത്തെ MLA ആയിരുന്നു. കഴിഞ്ഞ തവണ രാജേഷും ബലറാമും തമ്മിലുള്ള മത്സരം വലിയ ആവേശമുണ്ടാക്കിയതാണ്. പക്ഷേ തലനാരിഴയ്ക്കാണ് MB രാജേഷ്. പക്ഷേ തൃത്താല പണ്ട് CPM കുത്തക സീറ്റായിരുന്നു. അത് ഈ ബൽറാം വന്നപ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറിയത്. ബൽറാമാണ് പിടിച്ചെടുത്തത്. ബൽറാം വന്നു. ബൽറാമിൻ്റെ സ്വാധീനത്തിലാണ് നേടിയത്. കഴിഞ്ഞ തവണത്തെ പരാജയം തൃത്താലയിൽ ഇത്തവണ VT ബൽറാം മറികടക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം. UDF 46 സീറ്റ്, LDF 46%, LDF 42, NDAക്ക് 10, മറ്റുള്ളവർക്ക് 1, നോട്ട. അതായത് വ്യക്തമായ മുൻതൂക്കം MB രാജേഷ് ബൽറാം നേടുന്നു. കഴിഞ്ഞ തവണ സോഷ്യൽ മീഡിയ പോരുകളൊക്കെ അവിടെ വളരെ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ ഇത്തവണ ബൽറാമിന് വലിയ വെല്ലുവിളികൾ നമ്മൾ പ്രചരണ സമയത്തും കണ്ടിരുന്നില്ല. MB രാജേഷിന് വേണ്ടി അത്ര വലിയ പോരുകളൊന്നും അല്ലെങ്കിൽ
ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലം തന്നെയാണ് ഈ സർവേയിലും പ്രതിഫലിക്കുന്നത്. പട്ടാമ്പിയിൽ എന്ത് സംഭവിക്കും? പട്ടാമ്പിയുടെ അവസ്ഥയും, പട്ടാമ്പി എന്ന് പറയുന്നതും കുറച്ചു കാലമായിട്ട് ഇടതുമുന്നണിയുടെ ഉരുക്ക് കോട്ടയാണ്. അവിടെയും അറിയാം, അത് അവരുടെ ഉരുക്ക് കോട്ടയാണ്. പക്ഷേ അവിടെ CPL ചില വിമത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയും ഇത്തവണയും ഇടതുമുന്നണി മറികടക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം കാണിക്കുന്നത്. LDFന് 47% വോട്ട് അവിടെ നേടാൻ പറ്റും. UDFന് 39%, NDAക്ക് 10%, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 2. അപ്പോൾ നമ്മുടെ ഈ സർവേ ഫലം നോക്കിയാൽ CPIയിലെ അവിടെ ഗ്രൂപ്പീസോ മറ്റ് പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് തന്നെ അവിടെ ഒരു ഇടത് കോട്ടയായിട്ട് ഇപ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഈ ഘട്ടത്തിലും നിൽക്കുകയാണ് പട്ടാമ്പി നിൽക്കുന്നു. നമുക്ക് ഷൊർണൂരിലേക്ക് പോകാം. ഷൊർണൂരിൽ ശ്രദ്ധേയമാണല്ലേ മത്സരം? അതെ, ഷൊർണൂർ ശ്രദ്ധേയമാണ്. ഷൊർണൂർ ഇതേപോലെ ഇടതുമുന്നണിയുടെ ഉരുക്ക് കോട്ടയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം ചില അത്ഭുതങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞ തവണ അത് നടന്നില്ല. പക്ഷേ ഇത്തവണ ഷൊർണൂർ ഈ ശശി ഫാക്ടർ ഉള്ളതുകൊണ്ട് ഷൊർണൂർ വലിയ അത്ഭുതം നടക്കുമെന്ന്. ഷൊർണൂരിലെ നമ്മുടെ ശങ്കുറ്റി ദാസ് മത്സരിക്കും. അതെ അതെ, ഷൊർണൂരിലെ ശംഖു മത്സരിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ അടുപ്പമുള്ള ആളാണ് ശംഖു. പക്ഷേ ഷൊർണൂരിൽ ശംഖുവിന് വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിയും നമ്മൾ വിശ്വസിക്കുന്നില്ല. 27% വോട്ട് 27 വന്നു. അത് വളരെ മോശമാണ്. UDFന് 30%. അതെ, പാലക്കാട് പോലൊരു ജില്ലയിലാണ്. കഴിഞ്ഞ തവണ സന്ദീപ് വാര്യർ അവിടെ അപ്പോൾ അത് ശംഖു നിലനിർത്തുന്നു എന്നുള്ളതാണ്. ശംഖു നിലനിർത്തുന്നുണ്ട്. ഷൊർണൂരിൽ LDFന് 40%, അതായത് 10% മുന്നേറ്റം തന്നെ LDFന് കുറി ഉണ്ടാകും. അത് ശശിയുടെ ഫാക്ടർ അതിജീവിച്ചുകൊണ്ടാണ്. ശശിയുടെ സ്വാധീന മേഖലയാണ് ഷൊർണൂർ എന്ന് പറയുന്നത്, ഒറ്റപ്പാലം ഷൊർണൂർ. അപ്പം ഷൊർണൂർ അതൊന്നും ഇടതുമുന്നണിയെ ദോഷകരമായി ബാധിക്കുന്നില്ല. അവർ വീണ്ടും ജയിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലം. ഒറ്റപ്പാലത്ത് എന്ത് സംഭവിക്കും? ഒറ്റപ്പാലത്ത് ശശിയാണല്ലോ. അതെ, ശശിയാണ്. UDFന് എനിക്ക് തോന്നി ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഇച്ചിരി മോശമായ അവസ്ഥ ഉണ്ടാക്കിയതാണ് എനിക്ക് തോന്നിയത് ശശി. പക്ഷേ അത് ഒറ്റപ്പാലം CPM അവരുടെ ഒരു പ്രസ്റ്റീജ് ഫൈറ്റ് പോലെ എടുത്ത സ്ഥലമാണ്. കണ്ണൂരിലെ 2 മണ്ഡലങ്ങൾ പോലെ തന്നെ ശശി നിയമസഭയിലേക്ക് എത്തരുതെന്ന് CPM നിർബന്ധം പിടിക്കുന്ന ഒരു സ്ഥലമാണ്. പാലക്കാട്ടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം പൊതുവെ നല്ല സൗമ്യനും മാന്യനും ഒക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം നേരിട്ട് ഇടപെട്ട് തന്നെ അവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നു. അതിൻ്റെ ഫലം അവിടെ ഉണ്ടോ എന്നാണ് നമുക്ക് ഫലമുണ്ട്. LDFന് മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ്. 44%, UDFന് 31%, NDAക്ക് 19%. NDA നമ്മുടെ മേജർ രവി അല്ലേ? അതെ, മേജർ രവിയാണ്. രവി നമ്മുടെ സുഹൃത്താണ്. പക്ഷേ 19% ഉള്ളൂ. മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 4. അവിടെ ശ്രദ്ധിക്കണം, നോട്ട 4% കയറുന്നു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു അതിർത്തിയുണ്ട്. അപ്പോഴും CPM നിലനിർത്തുന്നു എന്നുള്ളതാണ് ആ മണ്ഡലം. തീർച്ചയായും. നമുക്കിനി കോങ്ങാട് പറയൂ. കോങ്ങാട് എന്ന് പറയുന്നതും ഇതേപോലെയാണ്. അത് CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കോങ്ങാട് 49%, LDFന്, UDFന് 32%, NDAക്ക് 17%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. NDAയുടെ വളർച്ച അവിടെ ഉണ്ടാകുന്നുണ്ട്. 17% എന്ന് പറഞ്ഞാൽ താരതമ്യേന നല്ല വോട്ടാണ്. കേരളത്തിൽ പൊതുവെ NDA വളർച്ച അവിടെയാണ്. മണ്ണാർക്കാട് കഴിഞ്ഞ തവണ UDF കഷ്ടിച്ചാണ് ജയിച്ചത്. അതെ, ഇക്കുറി എന്ത് സംഭവിക്കും? എന്താണ് അവസ്ഥ? പറയൂ. മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും നമ്മളെ സർവേ വിലയിരുത്തിയ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ അകത്ത പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ചു. അവിടെ മെച്ചപ്പെട്ട വിജയം UDF. ശതമാനം എങ്ങനെയാണ്? 48% UDFന് ലഭിക്കുന്നത്. അതായത് 50%-ന് ഏതാണ്ട് അടുത്ത് അവർ എത്തുന്നു എന്നുള്ളതാണ്. അപ്പം LDFന് 39%, അവിടെ NDAക്ക് 10%-മേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് മണ്ണാർക്കാട് ആധികാരികമായി അവർ വിജയിച്ചു. അതെ, അവർ വിജയിച്ചു. അവർ നിലനിർത്തുകയാണ് മണ്ണാർക്കാട്. LDFന്റെ CPMന്റെ ഏറ്റവും വലിയ കോട്ടയാണ് മലമ്പുഴയിൽ അവർ പരീക്ഷണം നടത്തിയതാണ് സുരേഷ്. പക്ഷെ അത് ചീറ്റിയെന്ന് തോന്നുന്നു. അവിടുത്തെ ഇടതുമുന്നണി വീണ്ടും ജയിക്കുകയാണ്. VS അച്യുതാനന്ദൻ്റെ മണ്ഡലമായിരുന്നു. നയനാർ അവിടെ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ CPMന്റെ പ്രമുഖർ മത്സരിച്ച മണ്ഡലമാണ് മലമ്പുഴ. അവിടെ LDFന് ഇത്തവണ 41% വോട്ടാണ് കിട്ടുന്നത്. UDFന് അവിടെ 3-ാം സ്ഥാനം കിട്ടുന്നു എന്നാണ് നമ്മുടെ സർവേ കാണിക്കുന്നത്. 25%-മേ ഉള്ളൂ. അവിടെ NDA ആണ് 30%. അവരായിരുന്നു. കൃഷ്ണകുമാർ എന്ന് പറയുന്ന നമ്മളെ വലിയ വ്യത്യാസത്തിൽ പോയെന്ന് തോന്നുന്നു. എന്നാലും അവിടെ 2-ാം സ്ഥാനം കൃഷ്ണകുമാറാണ് അവിടെ സ്ഥാനാർത്ഥി നിലനിർത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ 2, നോട്ട 1. നമുക്ക് ഈ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു മണ്ഡലം ചിറ്റൂരാണ്. കാരണം കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലം എന്ന നിലയിൽ ചിറ്റൂര് ഇടതുമുന്നണിയുടെ ഒപ്പമായിരുന്നു. കൃഷ്ണൻകുട്ടി മാറി, എനിക്കെന്താ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടു തോന്നുന്നു. അതായത് ചിറ്റൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ചിറ്റൂര് കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമല്ല, മുമ്പ് കോൺഗ്രസ് ആണ് ജയിച്ചിരുന്നത്. അച്യുതൻ്റെ മണ്ഡലമായിരുന്നു അത്. പിന്നെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് വളരെ കാലം വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിനോട് മാത്രമുള്ള താല്പര്യം കൊണ്ട് ചിറ്റൂര് ഇടതുപക്ഷത്തേക്ക് വന്നതാണ്. ഇത്തവണ ചിറ്റൂര് മാറി ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. UDFന് 43% വോട്ട് കിട്ടും. LDFന് 38% മാത്രമേ ഉള്ളൂ. UDF വലിയ ആധികാരികമായി പിടിച്ചെടുക്കുകയാണ്. അച്യുതന്റെ മകനാണ്. K. അച്യുതന്റെ മകനാണ്. NDAക്ക് 14%, മറ്റുള്ളവർക്ക് 3, നോട്ട.
നെന്മാറ CPM-ന്റെ ഒരു കുത്തക മണ്ഡലം. അവിടെ പക്ഷേ ഇത്തവണ ഭീകരമായ മത്സരം നടക്കുന്നു. പറയൂ നെന്മാറയിലെ കഥ. നെന്മാറയിൽ ഇടതുമുന്നണി ജയിക്കുമെന്നാണ് സർവേ പറയുമ്പോഴും ഇടതുമുന്നണിക്ക് 43% വോട്ടുള്ളൂ, UDF-ന് 41%. അതായത് 2 വ്യത്യാസമേ ഉള്ളൂ. നെന്മാറ പോലുള്ളൊരു മണ്ഡലത്തിൽ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് അത്ഭുതപ്പെടുത്തും. വേണമെങ്കിൽ മാറാം. 43-ഉം അവിടെ CPM-ന്റെ ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതെല്ലാം പ്രതിഫലിച്ചു എന്ന് വേണം. ഗ്രൂപ്പ് പ്രശ്നങ്ങളും പലരും സ്ഥാനമോഹികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പാലക്കാടേക്ക് പോകാം. 12ാമത്തെ മണ്ഡലം പാലക്കാട്. ആളുകൾ ആകാംക്ഷയോടെ, ആശങ്കയോടെ, കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം. വ്യക്തിപരമായി നമുക്കൊരു താല്പര്യം, ഞാൻ പേഴ്സണലി എനിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. ശോഭാ സുരേന്ദ്രൻ്റെ സുഹൃത്താണ്, രമേശ് പിഷാരടിയുടെ സുഹൃത്താണ്. രണ്ടുപേരും സഹായം ആവശ്യപ്പെട്ടു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടപ്പാട് കുറച്ചുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ സർവേ പറയുമ്പോൾ ഇതൊന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തവും വ്യക്തവുമായ രീതിയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇതുവരെ ആ പാലക്കാട് സംഭവിച്ചിരിക്കുന്നതും അവിടുത്തെ ഒരു ഫൈറ്റിന്റെ ഒരു ലെവൽ എങ്ങനെയാണ്? പാലക്കാട് അവിടുത്തെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ബിഗ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. കാര്യം പിഷാരടി സിനിമയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റിൻ്റെ വലിപ്പം അവർക്ക് കിട്ടുന്നു. പിന്നെ കഴിഞ്ഞ തവണ ശ്രീധരൻ അതിശക്തമായ മത്സരം ഷാഫിയോട് നടത്തിയതാണ്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ BJP രണ്ടാമതാണെങ്കിൽ ഒരുപാട് വോട്ട് പോയി. അപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമായിരുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വീണ്ടും വരുന്നു. സ്ഥാനാർത്ഥി രാഷ്ട്രീയത്തിന് പുറത്തുള്ളവരൊക്കെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ശോഭാ സുരേന്ദ്രൻ്റെ വിജയത്തിൽ നിർണായകമാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം 36% വോട്ടുമായിട്ട് BJP-യാണ് അവിടെ സർവേ 36% BJP-യാണ് ഒന്നാമത് നിൽക്കുന്നത്. UDF-ന് 34%. അതൊരു അതെ. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെ വോട്ടെടുപ്പിനെ ബാധിക്കും എന്നുള്ളത് വഴി തടഞ്ഞു. അതൊക്കെ ഈ സർവേക്ക് ശേഷം സംഭവിച്ചാണ്. അതെല്ലാം എങ്ങനെ വോട്ടെടുപ്പിനെ സർവേക്കും ശേഷം മറ്റു ചില ട്രെൻഡുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ശോഭാ സുരേന്ദ്രൻ വലിയ കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ നേരിടുന്ന ഒരു പ്രശ്നം, ഞാൻ ഈ ശോഭാ സുരേന്ദ്രൻ അടക്കം BJP-യുടെ സ്ഥാനാർത്ഥികളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ UDF-ന് കൂടുതൽ അനുകൂലമായ ട്രെൻഡ് ഉണ്ടാവും. അത് ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെടുന്നു. മാത്രമല്ല ഈ ഒരു മൃദു സംഖ്യകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവര് ഈ ഇസ്ലാം ഭരണമായിരിക്കും UDF-നോട് വരുന്നത് എന്ന് ഭയന്ന് മാറി നിന്നു. അവര് ഒരുപക്ഷെ CPM-നെ വോട്ട് ചെയ്തേക്കാമെന്ന് ചിന്തിച്ചിരുന്നു. അവരൊക്കെ SDPI-യുടെ ബന്ധം പുറത്തു വന്നതോടുകൂടി മാറി ചിന്തിച്ചതിന്റെ ഒരു പ്രശ്നം BJP-യെ ബാധിക്കാം. അതേപോലെ തന്നെ ഭരണമാറ്റം ഉണ്ടാവണമെങ്കിൽ കോൺഗ്രസ് ആണ് നല്ലതെന്നൊരു ചിന്ത കേരളത്തിൽ പൊതുവെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണിപ്പോൾ പാലക്കാടിന്റെ ഒരു മൊത്തം പിക്ചർ. അപ്പോൾ പാലക്കാടിന്റെ ഒരു അന്തിമ ചിത്രം എന്ന് പറയുന്നത്, ആ 8 സീറ്റിൽ LDF-ഉം 3 സീറ്റിൽ UDF-ഉം 1 സീറ്റിൽ BJP-യും എന്നിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഒരു സീറ്റ് മാത്രമേ കൂടുതൽ ഉണ്ടാകുന്നുള്ളൂ. CPM-ന് അവിടെ നിലനിർത്താൻ പറ്റുന്നുണ്ട്. അടിത്തറ നിലനിർത്താൻ പാലക്കാട് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ ആകെയുള്ളത് 13 സീറ്റുകളാണ്. ഈ 13 സീറ്റുകളിൽ ചാലക്കുടി മാത്രം, അതും ഭാഗ്യം കൊണ്ട്, അത് കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം കൊണ്ട് പോയതാണ്. 12 സീറ്റും UDF-നായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. തൃശ്ശൂർ എന്ന് പറയുന്ന ഓരോ സ്ഥലം, അപ്പം നമുക്ക് തൃശ്ശൂരിൽ തന്നെ തുടങ്ങാം അല്ലേ? അതെ. തൃശ്ശൂരിന്റെ അവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ചിത്രത്തിൽ കോൺഗ്രസും CPM അല്ലെങ്കിൽ ഇടതുമുന്നണി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടുത്തെ MP എന്ന് പറഞ്ഞാൽ BJP-ആണ്. 7 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി. 6 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി. ഗുരുവായൂർ ഒഴിച്ച് ബാക്കി 6 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഇത്തവണ തൃശ്ശൂർ എന്ന് പറയുന്ന അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കേണ്ടതാണ്. തൃശ്ശൂർ മണ്ഡലത്തിലല്ല, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പൊതുവെ. പക്ഷെ അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് അല്ല നമ്മൾ കാണുന്നില്ല. അതായത് സുരേഷ് ഗോപി അവിടെ മത്സരിച്ച് ജയിച്ചത് കൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു ത്രികോണ മത്സരം പലയിടത്തും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ സർവേയിൽ അത്തരമൊരു ട്രെൻഡില്ല. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് ഏറ്റവും അധികം, കാരണം പത്മജ വേണുഗോപാൽ കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, ഇത്തവണ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ആ പത്മജയുടെ രംഗപ്രവേശം തൃശ്ശൂരിനെ ശ്രദ്ധ നേടുന്നുണ്ട്. തൃശ്ശൂരിന്റെ അവസ്ഥയിലേക്ക് പോകാം. പറയൂ രമേശ്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണയും അതിശക്തമായ ത്രികോണ മത്സരം നടന്നതാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. സുരേഷ് ഗോപിയാണ് BJP-ക്ക് വേണ്ടി മത്സരിച്ചത്. വലിയ മത്സരം. ഈ 2000 വോട്ടിന് എന്തോ ആണ് അന്ന് ജയിച്ചത്. പത്മജ ജയിച്ചത് 2000 വോട്ടിനോ രണ്ടാമതായത്. പത്മജ അല്ല, CPI ജയിച്ചത്. 2000 വളരെ 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 വലിയ മത്സരമാണ് നടന്നത്. ആ മത്സരത്തിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന പത്മജയാണ് ഇപ്പോൾ BJP-ക്കായിട്ട് മത്സരിക്കുന്നത്.
കോൺഗ്രസും അതിശക്തനായ ഒരു പ്രാദേശിക നേതാവിനെ തന്നെ നിർത്തുന്നു. CPI ആവട്ടെ ഒരു സാംസ്കാരിക നായകനെയാണ് നിർത്തുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മാറ്റമെന്ന് നോക്കിയാൽ കരുണാകരൻ ഫാക്ടിലൂടെ തൃശ്ശൂരിൽ പത്മജ ജയിക്കുമെന്നാണ് BJP വിചാരിച്ചത്. അവിടെ മോദി ഒന്ന് പ്രചരണം നടത്തി. പക്ഷേ അതിൻ്റെ ഒരു ഗുണം അവിടെ കിട്ടുന്നില്ല. ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പക്ഷേ അവിടെ രാജൻ പല്ലൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ്. 34% LDFിൻ്റെ സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ 32%, പത്മജ വേണുഗോപാൽ 30%. 30, 32, 30. അതിശക്തമായ ത്രികോണ മത്സരം. മറ്റുള്ളവർ 2, നോട്ട 2. ഇനി നാട്ടികയാണ്. നാട്ടിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റിംഗ് MLA തന്നെ BJPക്കായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെ, അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് അതൊരു പ്രസ്റ്റീജ് സ്ഥലമാണ്. കാരണം അവരുടെ ഒരു MLA ആയിരുന്ന വ്യക്തി പെട്ടെന്ന് കൂടുമാറുന്നു. പക്ഷേ അവിടെ നാട്ടിക എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് മാറിയെങ്കിലും ഇപ്പോഴും അതിന് മാറ്റമില്ലാതെ തുടരുന്നു. വീണ്ടും CPI തൃശ്ശൂർ നിലനിർത്തുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത്. നാട്ടികയിൽ LDFിന് 43%, UDFിന് 35%, NDIക്ക് 20%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. ഇനി ഞാൻ ഏറ്റവും കൗതുകത്തോടെ മണലൂരാണ്. മണലൂരിന്റെ ഒരു പ്രത്യേകത, അത് CPMന്റെ കുത്തകമാണ്, LDFിന്റെ കുത്തകമാണ്. സുധീരനൊക്കെ ജയിച്ച പഴയ കോൺഗ്രസ് ഇപ്പൊ LDFിന്റെ 28,000 വോട്ടിന് ജയിച്ചതാണ്. മാത്രമല്ല ഈ മണലൂരിലെ UDFിന്റെ സ്ഥാനാർത്ഥി തോക്കണമെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ആഗ്രഹമാണ്. എന്താണ് മണലൂരിൽ സംഭവിക്കുന്നത്? മണലൂരിൽ TN പ്രതാപനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. തോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ജയിക്കും എന്നാണ് നമ്മുടെ അത് അത്യാവശ്യം നല്ല മുന്നേറ്റം. എനിക്ക് TN പ്രതാപനോട് വലിയ അനിഷ്ടമുണ്ട്. കാരണം സത്യസന്ധതയില്ലാത്തൊരു മനുഷ്യനെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ചെവി പോയി നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അറിയാം. എന്തായാലും ഞങ്ങളുടെ സർവേയിൽ ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന TN പ്രതാപൻ ജയിക്കുമെന്നാണ് ഫലം വരുന്നത്. എത്രയാണ്? UDFിന് 40% വോട്ടും, ഇടതുമുന്നണി LDFിന് 36% വോട്ടും, NDAക്ക് 20% വോട്ടും, മറ്റുള്ളവർക്ക് 3, നോട്ട 1% ആണ് കിട്ടുന്നത്. 4% വ്യത്യാസത്തിൽ നിർഭാഗ്യവശാൽ, അതായത് BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ മത്സരിക്കുന്ന സ്ഥലം കൂടെയാണ് മണലൂര്. അതെ, 4% വ്യത്യാസത്തിൽ നിർഭാഗ്യവശാൽ ഞാൻ ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന TN പ്രതാപൻ ജയിക്കുമെന്ന് വേദനപൂർവ്വം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. നമുക്കടുത്ത മണ്ഡലത്തിലേക്ക് ഒല്ലൂരിലെ സ്ഥിതി എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു LDF തന്നെയാണ് അല്ലേ? അതെ, LDF തന്നെയാണ്. അതെല്ലാം പൊതുവേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകണ്ട. LDFിന് 40, UDFിന് 37, NDAക്ക് 21. വലിയ NDAക്ക് ഒരുപാട് വോട്ടുണ്ടല്ലേ? വോട്ടുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ച വോട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതൊരു വലിയ ഘടകമാണ്. ഇതുപോലെ തന്നെയാണ് കയ്പമംഗലവും LDFിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. ഇക്കുറിയും അതിന് മാറ്റമൊന്നും വരുന്നില്ല. കയ്പമംഗലത്ത് LDFിന് 45, UDFിന് 41, NDAക്ക് 11, മറ്റുള്ളവർ 2, നോട്ട 2. പുതുക്കാട് BJP കുറച്ച് പ്രതീക്ഷിച്ച മണ്ഡലം. പുതുക്കാട് പണ്ട് ശോഭാ സുരേന്ദ്രനൊക്കെ മത്സരിച്ചിട്ട് അവർക്ക് അടിസ്ഥാനപരമായി വോട്ടുണ്ടെന്ന് കരുതുന്നൊരു സ്ഥലമാണ്. പക്ഷേ അതും തൃശ്ശൂരിൽ ഇത്തവണ അങ്ങനെ സുരേഷ് ഗോപിക്കുണ്ടായ വികാരം അവിടെ കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലായി. പറയൂ. പുതുക്കാട് ഇടതുമുന്നണിക്ക് 40% വോട്ടാണുള്ളത്. LDFിന്, UDFിന് 37%, NDAക്ക് 20%, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. അപ്പം പുതുക്കാടും ഇടതുപക്ഷത്തോട് തന്നെ. ഇരിങ്ങാലക്കുടയിലും ഫലം UDFിന് അനുകൂലമായിരിക്കുന്നതാണ് സർവേ പറയുന്നത്. ഇരിങ്ങാലക്കുട മന്ത്രി P. ബിന്ദുവിന്റെ മണ്ഡലമാണ്. അതെ, തോമസ് ഉണ്ണിയാടന്റെ മണ്ഡലം. തോമസ് ഉണ്ണിയാടന് കഴിഞ്ഞ തവണ സ്ലിപ്പ് ചെയ്തതാണ്. ആ തോമസ് ഉണ്ണിയാടൻ തിരിച്ചു പിടിക്കും. വളരെ ചരിത്രപ്രധാനമായ ഒരു ഇതാണ്. സംഭരണം മന്ത്രി എന്ത് സംഭവിച്ചാലും ഈ P. ബിന്ദു ഈ മന്ത്രിസഭയിലെ ഏറ്റവും അഹങ്കാരിയായ മന്ത്രിയായിരുന്നു. വീണ ജോർജിനേക്കാൾ അഹങ്കാരിയായിരുന്നു. അപ്പൊ അവര് തോക്കുക എന്നത് ചരിത്രം. കഴിഞ്ഞ തവണ അവര് മത്സരിക്കുമ്പോൾ വലിയ എതിർപ്പൊന്നും ഉണ്ടാവാത്തതിന് കാരണം അത് കേരള കോൺഗ്രസിലെ പ്രശ്നം ഒരു ഘടകമായി. കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടൻ ജോസഫിലേക്ക് പോയി. അങ്ങനെയാണ് UDF ആയത്. എന്തായാലും വളരെ സന്തോഷ വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഞങ്ങളുടെ സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത് UDFിന്റെ സ്ഥാനാർത്ഥിയായ തോമസ് ഉണ്ണിയാടൻ 40% വോട്ടോടുകൂടി ജയിക്കും. LDFിന്റെ സ്ഥാനാർത്ഥിയ മന്ത്രി P. ബിന്ദു 38%, 2% വ്യത്യാസമുള്ളൂ. പ്രതീക്ഷിക്കാം ഇത് സംഭവിക്കുമെന്ന്. NDAക്ക് 20%. NDA വളരെ പിന്നിൽ പോയെന്നാണ് കാര്യം. അവിടെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജേക്കബ് തോമസ് ആണ് മത്സരിച്ചത്. അദ്ദേഹം അതിശക്തമായ ഫൈറ്റാണ് അവിടെ അദ്ദേഹത്തെ കൊടുത്തില്ല. അതെന്താന്ന് അന്വേഷിക്കേണ്ടി. എന്തുകൊണ്ടാണ് ഇത്രയധികം ഫൈറ്റ് ചെയ്ത ജേക്കബിനോട്? ചാലക്കുടി പറയൂ. കഴിഞ്ഞ തവണ കഷ്ടിയാണ് ചാലക്കുടിയിൽ UDFിന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. പക്ഷേ ഇത്തവണ ആകപ്പാടെ ചാലക്കുടിയായിരുന്നു. അതെ, പക്ഷേ ഇത്തവണ ചിത്രം മാറുകയാണ്. UDF നല്ല മേധാവിത്വം. ചാലക്കുടിയാണ്. പറയൂ. 47% വോട്ടാണ് സർവേ UDFിന് കൊടുക്കുന്നത്. LDFിന് 37%, BJP അല്ലെങ്കിൽ NDAക്ക് 12%, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 2. നല്ല വ്യക്തമായ ഭൂരിപക്ഷം. മറുനാടൻ്റെ BJP പ്രേക്ഷകർ കലിക്കും. കാരണം തൃശ്ശൂരിൽ ഇത്രയും
സീറ്റ് വോട്ട് കുറവാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചില്ലേ എപ്പോൾ ചീത്ത വിളിന്ന് കേട്ടാൽ ഏതായാലും സർവേ തൃശ്ശൂരിലുള്ള ക്രൈസ്തവ സമുദായം സുരേഷ് ഗോപിയെ വല്ലാതെ പിന്തുണച്ചിരുന്നു കഴിഞ്ഞ തവണ. സുരേഷ് ഗോപിക്കുള്ള പിന്തുണയാണ്, അതെ, ബി ജെ പിക്കുള്ള അത് പിന്തുണ. മാത്രമല്ല അവിടെ ഭരണത്തിൽ മോദിയാണല്ലോ വരുന്നത്. അപ്പം മോദിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമായിട്ടാണ് അവിടെ അല്ലെങ്കിൽ അങ്ങനെ എടുത്തിരുന്നത്. പക്ഷേ തൃശ്ശൂരിൽ രണ്ടാമതെത്തിയത് ഇടതുമുന്നണിയാണെങ്കിൽ പോലും അത് ഒരു മോദി ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച തോൽവികളിൽ ഒന്നായിരുന്നു അനിലക്കരയുടേത്. കാരണം ഒരു മാതൃകാ പൊതുപ്രവർത്തകനാണ് അനിലക്കര. വടക്കാഞ്ചേരിയിൽ മത്സരിച്ച് തോറ്റുപോയി. പക്ഷെ അന്ന് അനിലക്കര ഒരു വാക്ക് പറഞ്ഞിരുന്നു, തോറ്റാൽ ഇനി മത്സരിക്കത്തില്ല. അത് പാലിച്ചു. ഒക്കെ പിന്നെയും മത്സരിച്ചു. താഴെ തട്ടിപ്പോയി പഞ്ചായത്ത് മത്സരിച്ച് പിടിച്ചെടുത്തു കൊടുത്തു. പിടിച്ചെടുത്തു കൊടുത്തു. ഈ അനിലക്കരയ്ക്ക് പകരം UDF വേറെ സ്ഥാനാർത്ഥി ഇറക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ സംഭവിക്കുന്നത് UDF തിരിച്ചു വരാൻ പറ്റുന്നു എന്നുള്ളതാണ്. വടക്കാഞ്ചേരി CPM ഒരു ശക്തി കേന്ദ്രമായിട്ടാണ് കുറച്ചു കാലമായിട്ട് അറിയപ്പെടുന്നത്. അവിടെ 45% വോട്ടുമായിട്ട് UDF ഒന്നാമതെത്തുന്നു. LDF 37%. അതായത് അവിടെ ഒരു 8% വോട്ടിൻ്റെ വർധനവിലാണ് CPM ഒരു കുത്തക സീറ്റെന്ന് എല്ലാവരും വിലയിരുത്തുന്ന വടക്കാഞ്ചേരി UDF തിരിച്ചു പിടിക്കാൻ പോകുന്നത്. അവിടെ BJP അല്ലെങ്കിൽ NDAക്ക് 12%, മറ്റുള്ളവർക്ക് 3, നോട്ടയ്ക്ക് 3 ഉള്ളതാണ്. ആധികാരിക വിജയം തന്നെയാണ് അവിടെ UDF നേടുന്നത്. അതിൽ ഒരുപക്ഷെ അനിലക്കരയുടെ പഞ്ചായത്തിലേക്കുള്ള മാറ്റവും അദ്ദേഹത്തിൻ്റെ അടിത്തട്ടിലുള്ള പ്രവർത്തനവും എല്ലാം വടക്കാഞ്ചേരിയിൽ സ്വാധീനം. അനിലക്കര വലിയ സംഘാടകനാണ്. അനിലക്കരയാണ് വാസ്തവത്തിൽ രമ്യ ഹരിദാസിനെ ജയിപ്പിച്ചത്. പക്ഷേ രമ്യ ഹരിദാസിന് അത്യാവശ്യം അഹങ്കാരം കയറുന്നതുകൊണ്ട് നഷ്ടപ്പെടുത്തി. എന്തായാലും അനിലക്കര പിന്മാറിയതാണ് രമ്യ ഹരിദാസിന് അന്നൊരു തിരിച്ചടിയുണ്ടായത്. നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് ചേലക്കരയും CPM ഒരു സീറ്റല്ലേ? അതെ, രാധാകൃഷ്ണൻ രാധാകൃഷ്ണ മണ്ഡലം. അതെ, രാധാകൃഷ്ണ മണ്ഡലമാണ് ചേലക്കര. അവിടെയാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് രമ്യ തോറ്റത്. അതെ, രമ്യ തോറ്റത്. അവിടുത്തെ എന്താണ് കാഴ്ച? അവിടെ എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണി നിലനിർത്തുകയാണ്. പക്ഷേ അവിടെ അതിശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ്. 43% വോട്ടുമായിട്ട് LDF ജയിക്കുമ്പോൾ UDF അവിടെ 39% ചേലക്കര പോലൊരു സ്ഥലത്ത് നേടാൻ പറ്റുന്നു. അതായത് ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരവും രാധാകൃഷ്ണൻ മാറിയെന്നു, രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് അയക്കേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ചിന്ത അവിടെ സജീവമാണ്. അത്തരം നിലവിൽ ഉപതെരഞ്ഞെടുപ്പിൽ അതേ ഒരു അവസ്ഥ തുടരുമായിരിക്കും. അതിൽ നിന്നും മെച്ചപ്പെടുത്തുന്നുണ്ട് UDF മെച്ചപ്പെടുത്തുന്നുണ്ട്. കാര്യം അവിടെ 17,000 വോട്ട് എന്തോ ഭൂരിപക്ഷത്തിനാണ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്. അപ്പം അവിടെ ചേലക്കരയിൽ NDAക്ക് 16% വോട്ടാണ് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. എന്തായാലും ആധികാരിക വിജയം അവിടെ. എനിക്ക് ചേലക്കര കഴിഞ്ഞ തവണ അവർ ആലത്തൂരായിരുന്നു NDA കൂടുതൽ വോട്ട്. അതെ, അതെ. അപ്പം നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം. ഗുരുവായൂരെ B ഗോപാലകൃഷ്ണന്റെ വിശ്വപ്രസിദ്ധമായ നാക്കിലൂടെ പ്രസിദ്ധമായ മണ്ഡലമാണ്. അത് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പിന്നിൽ പോയൊരു മണ്ഡലമാണ് ഗുരുവായൂർ. അവിടെ ഒന്നാമതെത്തിയത് K മുരളീധരനായിരുന്നു. അതെ, അപ്പം സ്വാഭാവികമായിട്ട് അവിടെ UDF ജയിക്കേണ്ടതാണ്. ആണ്. പക്ഷെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പക്ഷേ ഇടതുമുന്നണി അവിടെ നിലനിർത്തും എന്നുള്ളതാണ്. ഗുരുവായൂർ ഇടതുമുന്നണി അവിടെ 42% വോട്ടുമായിട്ട് അവിടെ ജയിക്കുന്നു എന്നുള്ളതാണ്. UDF 36% ഉള്ളൂ. NDAക്ക് 20% വോട്ടേ നേടാൻ പറ്റുന്നുള്ളൂ, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. അതായത് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ BJP ആഗ്രഹിച്ച വോട്ട് ഇത്തവണയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, പക്ഷേ എനിക്കിപ്പോഴും ഇതിൻ്റെ അകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. അതായത് ഈ മുസ്ലിം വോട്ടുകളെക്കുറി പൊതുവെ UDF അനുകൂലമാണ്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഗുരുവായൂരിൽ LDF ഇത്രയും വ്യത്യാസത്തിൽ വരുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സർവേ ഇങ്ങനെയാണെങ്കിലും ഗുരുവായൂരിൽ UDF ജയിച്ചേക്കുമെന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം അവിടെ LDF സംഘടനാ സംവിധാനം അതിശക്തമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നിരുന്നെങ്കിൽ ഇത് മാറിയാണ്. അവിടെ ഒരു ഗുരുവായൂർ ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിൽക്കുന്നത് അവിടെ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് എപ്പോഴും. മറ്റുള്ളവരുടെ വോട്ടുകൾ. അതെ, അത് എങ്കിൽ പോലും ഒരു മുസ്ലിം സ്വാധീനമുള്ള മണ്ഡലമാണ്. അതെ, മുസ്ലിം പോപ്പുലേഷൻ എനിക്ക് മറ്റു മതസ്ഥരും അവിടെ ഉണ്ട്. ആണ്. എന്നാൽ പോലും ഈ അവിടെ മുസ്ലിം MLA മാത്രം വരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ പറയാൻ കാരണം അവിടെ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളത് 46-48%. അപ്പോൾ എൻ്റെ ഇപ്പോഴും വിശ്വാസം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ UDF ജയിക്കുമെന്നാണ്. പക്ഷെ നമ്മുടെ സർവേയിൽ പറയുന്നത് LDF എന്നാണ്. കുന്നംകുളം LDF 46%, UDF 33%, NDAക്ക് 17%, മറ്റുള്ളവർക്ക് 3 നോട്ട. കുന്നംകുളം നമുക്ക് പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രമാണ്. CP ജോൺ ജയിച്ചിട്ട് നിന്നിട്ട് പോലും അവിടെ ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഇത് തന്നെ ആവർത്തിക്കുന്നു കൊടുങ്ങല്ലൂരിൽ. അവിടെയും LDF 44%, UDF 34%, NDAക്ക് 20%. ഈ കൊടുങ്ങല്ലൂരും ഒരു മുസ്ലിം പോപ്പുലേഷനുള്ള മണ്ഡലമല്ലേ. എന്നാലും BJP വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലമായിരുന്നു. കാര്യം BJPക്ക് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പക്ഷേ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി അല്ല മത്സരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകുന്നു വേണം. ഈ കൊടുങ്ങല്ലൂരും ഗുരുവായൂരും ഞാൻ ഈ മുസ്ലിം പോപ്പുലേഷൻ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ മുസ്ലിം വോട്ട് മുഴുവൻ തന്നെ UDF പോകും. ഒരു ഈ SDPI പോലുള്ള SDPIയുടെ കേഡർ വോട്ടുകൾ ഒരു പക്ഷേ നഷ്ടപ്പെടുമായിരിക്കും. അതുകൊണ്ട് എന്തായാലും കൊടുങ്ങല്ലൂരാണ് നമ്മുടെ ഗോപാലകൃഷ്ണൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി ഗുരുവായൂരേക്ക് നിർത്തുകയായിരുന്നു. അതായത് കൊടുങ്ങല്ലൂരിൽ LDF 44, UDF 34, NDAക്ക് 20, മറ്റുള്ളവർക്ക് 1 നോട്ട. ഇതിൽ തൃശ്ശൂരിൻ്റെ മൊത്തം ഫലം ഇനി നമ്മൾ എടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ 13 സീറ്റാണുള്ളത്. അതിൽ
LDF 8 സീറ്റ് കിട്ടുന്നു, UDF 5 സീറ്റ് കിട്ടുന്നു. ഒരു സീറ്റ് ഉള്ളിടത്തു നിന്നാണ് അവർ 4 സീറ്റ് കൂടുന്നത്. ഞാൻ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് 2 സീറ്റ് കൂടെ UDF കൂടുതൽ വരും. നമ്മുടെ സർവേയേക്കാൾ കൂടുതലായി 2 സീറ്റ് കൂടി UDF കിട്ടുമെന്നാണ്. അതായത് 5 എന്നല്ലേ പറയുന്നത്, അതെ 7 ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഒല്ലൂരിലും പുതുക്കാട്ടുമാണ് കടുത്ത മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുരുവായൂരും കൂടെ മാറിയാൽ ഇത് ഒന്നും കൂടെ ഒരുപാട് കൂടാ. എൻ്റെ പ്രതീക്ഷ തൃശ്ശൂരിൽ ഇപ്പോൾ നമ്മുടെ സർവേയെ അതിജീവിച്ചുകൊണ്ട് UDF ഇപ്പൊ മന്ത്രി ബിന്ദു തോക്കുകയാണെങ്കിൽ ഇതെല്ലാം സംഭവിക്കാം. ഭരണവിരുദ്ധ വികാരം ശക്തമാണ്, ഇതെല്ലാം തോക്കണം. അതെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷം, നമ്മുടെ സർവേയെ മറികടക്കുന്ന ഭൂരിപക്ഷം LDF ഉണ്ടാകുന്നു. തൃശ്ശൂരിലെ ഫലമായിരിക്കും UDF ഭരണത്തിൽ നിർണായകമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി UDF മറ്റൊരു കോട്ട മലപ്പുറം കഴിഞ്ഞാൽ UDF അടുത്ത കോട്ടയാണ് എറണാകുളം. നമുക്കിനി എറണാകുളത്തേക്ക് പോകാം. മലപ്പുറം ജില്ല പോലെ തന്നെ UDF രണ്ടാമത്തെ കോട്ടയാണ് എറണാകുളം. പക്ഷേ കഴിഞ്ഞ തവണ മലപ്പുറത്തേക്കാൾ മോശമായിരുന്നു UDF പ്രകടനം. എത്ര? 9 സീറ്റ് ഇടതു മുന്നണിക്കും, 9 സീറ്റ് UDF, 5 സീറ്റ് ഇടതു മുന്നണി. ഓർക്കണം, പിണറായി തരംഗ സമയത്തും 9 സീറ്റ് കോൺഗ്രസ് നേടിയ മണ്ഡലമാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. നമുക്ക് ആദ്യം പറവൂരിലേക്ക് പോകാം. സതീശന്റെ സ്വന്തം മണ്ഡലമാണ്. എന്തെങ്കിലും അട്ടിമറി നടക്കുമോ? സതീശനെ തോപ്പിക്കുക എന്നുള്ളതാണ് CPM ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അവിടുത്തെ BJP സ്ഥാനാർത്ഥിയാവട്ടെ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സതീശനെ തോപ്പിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ടൈസൺ മാഷ് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കക്ഷിയല്ല, ജനകീയനാണ്, അടിത്തറയുള്ള മനുഷ്യനാണ്. അദ്ദേഹം വളരെ നേരത്തെ ഒന്ന് അവിടെ വർക്ക് തുടങ്ങി, സതീശൻ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ സതീശൻ്റെ അടിത്തറയ്ക്ക് അവിടെ ഒരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. UDF 52% വോട്ടാണ്, അതായത് പകുതിയിലേറെ പേര് സതീശനെ പിന്തുണയ്ക്കുന്നു. LDF 37% LDF NDA വളരെ പിന്നിൽ പോകുന്നു. ഒരു പ്രതീക്ഷിച്ച പ്രകടനമൊന്നും അവിടെ കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. 9%. മറ്റുള്ളവർക്ക് നോട്ടയും ഓരോ നോട്ട് എവിടെ ഇല്ല എന്ന് ഓർക്കണം. ഒന്നേ ഉള്ളൂ. അതിൽ മനസ്സിലാക്കേണ്ടത് സതീശൻ പറവൂരുകാരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് സതീശനെ അവർ കൈവിടില്ല. സതീശൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവിടെ ജാതി ഘടകം, സമുദായ ഘടകം എല്ലാം ചേർത്ത് സതീശനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കത്തില്ല എന്നുള്ളതാണ്. അങ്കമാലി റോജി എം ജോണിനെ തോൽപ്പിക്കാൻ CPM ചില ഗൂഢാലോചന നടത്തുന്നു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ, അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ റോജി എം ജോണിനെതിരെ ചില അശ്ലീല കഥകളൊക്കെ പരത്തുമെന്ന് സോഷ്യൽ മീഡിയയിൽ ഇവർ പറയുന്നുണ്ട്. അവർ അത്രമാത്രം ശത്രുതയാണ് റോജിയെ കാണുന്നത്. ഈ റോജിയുടെ അവസ്ഥയും VD സതീശനെ പോലെ തന്നെയാണ്. 50% വോട്ട് റോജിക്ക് കിട്ടുന്നു. ഒരു മണ്ഡലത്തിൽ 50% വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ജനകീയനാണെന്നാണ് അർത്ഥം. അപ്പോൾ UDF അങ്കമാലിയിൽ 50% വോട്ടുണ്ട്, LDF 39%. NDA വളരെ പിന്നിൽ പോകുന്നു, 8% ഉള്ളൂ. മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 2. അതായത് റോജി എം ജോൺ ഒരു തടസ്സവും ഇല്ലാതെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ഇത്തവണ മന്ത്രിയാവാൻ സാധ്യതയുള്ള, UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ KPC പ്രസിഡന്റെങ്കിലും ആകുമെന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു നേതാവാണ്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ ഭൂരിപക്ഷം ആവർത്തിക്കുന്ന ആലുവ മുസ്ലിം പോപ്പുലേഷൻ കൂടി ധാരാളമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ അൻവർ സാദത്ത് 3 തവണ ജയിച്ചാണ്. അൻവർ സാദത്തിന് വ്യക്തിപരമായി നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെയും 51% വോട്ട് അൻവർ സാദത്ത് നേടുന്നു. ഇല്ല. LDF 36 ഉള്ളൂ, BJP NDAക്ക് 11, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. അവിടെ അൻവർ സാദത്തിന്റെ ഒരു സ്വാധീന മേഖലയായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളും വലിയ ഭൂരിപക്ഷം UDF ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ട് 50%, 51%, 50 മണ്ഡലത്തിലേക്ക് അങ്ങനെ പോലെ. ഇനി കളമശ്ശേരിയാണ്. കളമശ്ശേരിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. P. രാജീവിന്റെ മണ്ഡലമാണ്. P. രാജീവാണ് കേരള മന്ത്രിസഭയിലെ ഏറ്റവും വലിയ കപടനാട്യക്കാരെന്ന് വിശ്വസിക്കുന്ന ആളാണ്. തോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരാളാണ്. എന്താണ്? പക്ഷേ തോക്കില്ല എന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. LDF അവിടെ 41% വോട്ടുണ്ട്, UDF 39% ഉണ്ട്, NDAക്ക് 14% ഉണ്ട്, മറ്റുള്ളവർക്ക് 3, നോട്ടയ്ക്ക് 3. അതായത് രാജീവ് ജയിക്കും. 2% എന്ന് പറയുന്ന ഇതിനെ അതിജീവിക്കാൻ തീർച്ചയായും കളമശ്ശേരിക്കാർക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മുടെ സർവേയിൽ ഇങ്ങനെ പറയുന്നു, കളമശ്ശേരിയിൽ P. രാജീവ് ജയിക്കുമെന്ന സങ്കടകരമായ വസ്തുത. നമുക്ക് അടുത്ത മണ്ഡലത്തിൽ പെരുമ്പാവൂർ, നമ്മുടെ എൽദോസിനെ പണി കൊടുത്താണ് MLA കോൺഗ്രസ് മാറ്റിയ മണ്ഡലമാണ്. നീതിയല്ല, കാരണം PK ശശിക്ക് സീറ്റ് കൊടുത്ത സ്ഥിതിക്ക് എൽദോസിന് സീറ്റ് കൊടുക്കാതിരുന്ന മോശമായി പോയി. എന്താണ് UDF 39% വോട്ടാണ് അവിടെ പെരുമ്പാവൂരുള്ളത്. 19 ഉള്ളൂ. സർവേയിൽ LDF ഇടതുമുന്നണിക്ക് 35% ഉണ്ട്, NDAക്ക് 23% ഉണ്ട്, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. NDAക്ക് നല്ല അത് കാര്യം 2020 ഒരു സ്വാധീന മേഖല കൂടെയാണ്. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ്. അവർക്ക് അതിൻ്റെതായ സ്വാധീനം. എന്തായാലും പെരുമ്പാവൂരും UDF തന്നെ കൊണ്ടുവന്നു. അപ്പൊ കളമശ്ശേരി മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുവരെ കണ്ടിട്ട്. അതെ. കുന്നത്തുനാട് എനിക്ക് ഏറ്റവും കൗതുകവും താല്പര്യമുള്ള മണ്ഡലമാണ് കുന്നത്തുനാട്. ഞാൻ കുന്നത്തുനാടിലെ സിറ്റിംഗ് MLA PV ശ്രീനിജൻ ജയിക്കണമെന്ന് തോക്കണമെന്ന് നേർച്ച നടന്നിട്ടുണ്ട്. ശ്രീനിജൻ തോർക്കണം എന്നുള്ളത് എൻ്റെ ഒരു
പ്രാർത്ഥനയാണ്. എന്താണ് രമേശ് കുന്നത്തനാട്ടിലെ അവിടെ കുന്നത്തനാട്ടിൽ സജീന്ദ്രനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. എന്താണ് അവിടെ അവസ്ഥ? അവിടെ UDF 39% UDF ജയിക്കുന്നതാണ്. നല്ല നേട്ടം UDF ഉണ്ടാക്കുന്നു. LDF 31% വോട്ടേ ഉള്ളൂ. അവിടെ NDA 27% വോട്ട് നേടുന്നു. 2020 ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ 27% വോട്ട് അവർ നേടുന്നു. മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. അവിടെ ശ്രദ്ധിക്കേണ്ടത് 2020 ഇത്രയും, അതായത് NDA ഇത്രയും വോട്ട് നേടുമ്പോഴാണ് ഇടതുമുന്നണി പിന്നിൽ പോകുന്നത്. ഇത് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. കാരണം കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടുകൾക്കാണ് 2020 തോറ്റു പോകുന്നത്. അവിടെ 2020 പുറകോട്ട് പോകുന്നത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2020 BJPയോട് സഖ്യം ചേർന്നത് 2020 പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. 2020 ഒറ്റയ്ക്ക് മത്സരിച്ച് 4ാമത്തെ പാർട്ടിയായിട്ട് മത്സരിച്ചപ്പോൾ ഏതാണ്ട് 2000 വോട്ടിൽ താഴെ വ്യത്യാസത്തിലാണ് അവിടെ എത്തിയത്. ഇപ്പോൾ വലിയ വ്യത്യാസത്തിൽ പോകുന്നു. ആശ്വാസകരമായ ജയിക്കാൻ പോകുന്ന UDF-ആയിട്ട് 12% വോട്ടിന്റെ വ്യത്യാസം. ആശ്വാസകരമായ കാര്യം, വിജയസാധ്യത കൽപ്പിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കാണ് സജീന്ദ്രൻ. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ ഏറ്റവും മാന്യനായ, ഏറ്റവും സൗമ്യമുഖമായ ഒരു മനുഷ്യനാണ്. ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്യുന്ന ആളാണ്. എന്തായാലും സജീന്ദ്രൻ ജയിക്കുന്നു എന്നത് സന്തോഷകരമായ വാർത്തയാണ്. പിറവത്ത് UDF-ന്റെ കോട്ടയാണ്, TM ജേക്കബ് കെട്ടിപ്പടുത്ത കോട്ടയാണ്. അവിടെ വീണ്ടും മകൻ നിലനിർത്തുന്നു. നല്ല മേൽക്കൈ, 52% വോട്ടാണ് സർവേ അനൂപ് ജേക്കബിന് നൽകുന്നത്. 52% ക്രിസ്ത്യാനികളുടെ ഒരു കേന്ദ്രമാണ്. അതെ, മാത്രമല്ല TM ജേക്കബിന്റെ ഒരു ലെഗസി. അത് ആദ്യത്തെ തവണ വലിയ ശക്തമായ മത്സരം നടന്നെങ്കിലും പിന്നീട് അനൂപ് ജേക്കബ് അച്ഛൻ്റെ ഒരു ലെഗസി അവിടെ കൊണ്ടുവന്നു. അനൂപിന് പകരം അമ്പിളി ആയിരുന്നെങ്കിൽ, സഹോദരി അമ്പിളി ആയിരുന്നു, ഇതിനേലും മറികടന്നേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എങ്കിൽ പോലും 52% എന്ന് പറയുന്നത് വലിയൊരു ഭൂരിപക്ഷ സഹോദരി പ്രചരണത്തിന് ഇറങ്ങാതെയാണ് സഹോദരൻ ഇത്രയും വോട്ട് കിട്ടുന്നതെന്നുള്ളതാണ്. സഹോദരിയായിരുന്നു യഥാർത്ഥത്തിൽ TM ജേക്കബിന് അനന്തരാവകാശി. നിർഭാഗ്യവശാൽ അമ്മ മകനെയാണ് സജസ്റ്റ് ചെയ്തത്. അനൂപ് ജേക്കബ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി മാറിയിരിക്കുന്നു. ഇടതുമുന്നണിക്ക് അവിടെ 37% ഉള്ളത്. NDA-ക്ക് 7%, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 2. നമ്മളൊക്കെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം ജയിക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിൽ പോലും മൂവാറ്റുപുഴ. കാരണം മാത്യു കുഴൽനാടൻ്റെ മണ്ഡലമാണ്. അത്തരം നേതാക്കന്മാർ വേണമെന്ന് ആഗ്രഹിക്കുന്നു. രമേശ്, മാത്യു കുഴൽനാടൻ വീണ്ടും ജയിക്കുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത്. മൂവാറ്റുപുഴയിൽ 48% UDF-ന്റെ വോട്ട്. LDF-ന് 37% ഉള്ളൂ. NDA-ക്ക് 13%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. അതായത് നല്ല ഭൂരിപക്ഷത്തിൽ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ജീവിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ഡലമാണ്. മാത്യു കുഴൽനാടൻ മന്ത്രിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആകുന്ന ഉറപ്പൊന്നുമില്ല, കാരണം ഒരുപാട് മന്ത്രിമോഹികളുണ്ട് UDF-ൽ. എങ്കിലും MP-മാരൊന്നും മത്സരിക്കാത്തത് മാത്യു കുഴൽനാടനെ പോലുള്ളവർക്ക് അവസരം ലഭിക്കും. ഇതിൻ്റെ അകത്തെല്ലാം ഈ UDF-ന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ UDF മതജാതി കോട്ടയാണ്. അതെ, അതേപോലെ സീനിയേഴ്സ് ആണല്ലോ MP-മാരെന്ന് മതജാതിയോ. അപ്പൊ ഇതിനകത്ത് യാക്കോബ സഭയിൽപ്പെട്ട മാത്യു കുഴൽനാടനേക്കാൾ സീനിയർ ആയ ആരുമില്ലെങ്കിൽ മാത്യു കുഴൽനാടൻ മന്ത്രിസ്ഥാനം കിട്ടും. അതൊരു UDF-ന്റെ പ്രത്യേകത. അതുകൊണ്ട് സീനിയേഴ്സൊക്കെ തോക്കാൻ മാത്യു കുഴൽനാടൻ വേണ്ടത് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കോതമംഗലത്ത് അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. UDF ജയിക്കുമെന്നാണ് കോതമംഗലത്ത്. UDF ജയിക്കും. ഷിബു തെക്കുംപുറം. അതെ, 46% വോട്ടാണ്. യഥാർത്ഥത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു തൊടുപുഴ കഴിഞ്ഞാൽ 2ാമത്തെ കുത്തക മണ്ഡലമായിരുന്നു കോതമംഗലം. പക്ഷെ പിന്നീട് കഴിഞ്ഞ 2 തവണ തോറ്റുപോയി. ഇത്തവണ 46% ജയിക്കും. ഷിബു തെക്കുംപുറം. LDF-ന്റെ സിറ്റിംഗ് MLA ആയ ആന്റണി ജോൺ 43% നേടൂ. BJP-ക്ക് 9, NDA-ക്ക് 9%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. തൃപ്പൂണിത്തറ കെ ബാബു എന്ന മഹാനായ നേതാവ്, അങ്ങനെ മഹാനെന്ന് പറയേണ്ടി വരും. കാരണം UDF-ൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതാവ് ഞാനിനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് അത്യപൂർവമാണ്. അല്ല, ഞാനത് കാണുന്ന മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുള്ളി പണിയെടുക്കുകയും ചെയ്തു ഈ ഇലക്ഷൻ. മത്സരിക്കാത്തവർ പിന്നെ വീട്ടിൽ ഇരിക്കുന്നതാണ് കോൺഗ്രസിന്റെ രീതി. കഷ്ടപ്പെട്ടു. തന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം തൃപ്പൂണിത്തറയിലെ മുഴുവൻ വീടുകളിലും പോയി വോട്ട് ചോദിച്ചു. അപ്പം ആരോഗ്യമുണ്ട്, വോട്ട് ചോദിക്കാൻ ആരോഗ്യമുണ്ട്, എന്നിട്ടാണ് അദ്ദേഹം വോട്ട് ഇലക്ഷന് നിൽക്കാതെ മാറിയിരിക്കുന്നത്. എനിക്ക് ആരോഗ്യം ഇല്ലാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്. പുള്ളി എല്ലാ ദിവസവും അവിടെ സജീവമായി വർക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. തൃപ്പൂണിത്തറയിൽ UDF-ന് 41% വോട്ടാണുള്ളത്. ദീപക് ജോയി. LDF-ന് 35%, NDA-ക്ക് 19%, മറ്റുള്ളവർക്ക് 3, നോട്ടയ്ക്ക് 2. ഇവിടെ തൃപ്പൂണിത്തറ നഗരസഭ ഭരിക്കുന്ന BJP-യാണ്. പക്ഷേ അതിൻ്റെ ഗുണം അവർക്ക് അവിടെ കിട്ടുന്നില്ല. അതിൻ്റെ കാരണം 2020 സീറ്റ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഡീലുണ്ട്, അവിടെ ഇടതുമുന്നണിയായിട്ട് ഡീലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ ബലം കിട്ടുന്നത് UDF-നാണ്. എറണാകുളം നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ വായിച്ചു പറഞ്ഞു പോകേണ്ടതാണ്. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ കുത്തക മണ്ഡലമാണ്. പക്ഷേ നമ്മുടെ പോളിംഗിൽ കാണുന്നത് വലിയ വ്യത്യാസമില്ല, അല്ലേ? അതെ, UDF-ന് 42%, LDF-ന് 38%, NDA-ക്ക് 18%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. അതായത് 4% വ്യത്യാസമാണ്. 4% വ്യത്യാസം കുറവാണ്. കാരണം എറണാകുളം എന്ന് പറയുന്നത് UDF-ന്റെ ഒരു കുത്തക മണ്ഡലമാണ്. അവിടെ ഏത്
എന്താ ഈ കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കേണ്ടതാണ്, പക്ഷെ അവിടെ കുറവാണ്. അത് മതസാമുദായിക ഘടകങ്ങളെല്ലാം അവിടുത്തെ സ്ഥാനാർത്ഥിയിലേക്ക് വിനോദും ലത്തീൻ കത്തോലിക്കും തന്നെയാണ്. അപ്പം അങ്ങനെ ജയിക്കേണ്ടത് എന്തായാലും അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. തൃക്കാക്കരയിൽ ഉമാ തോമസിന് സീറ്റ് കൊടുക്കരുതേ എന്ന ഒരു അഭിപ്രായം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ അതാണോ സ്വീകരിച്ചിരിക്കുന്നത്? അല്ലല്ല, തൃക്കാക്കരയിൽ UDF 48% വോട്ടാണ് UDF. ഉമാ തോമസ് വീണ്ടും ജയിക്കും, നിയമസഭയിൽ എത്തുമെന്നാണ് പറയുന്നത്. LDF 34% ഉള്ളൂ, NDA 16%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. ഈ തൃക്കാക്കരയിൽ ഉമാ തോമസിന് ഒരു അവസരം കൂടി കൊടുക്കണ്ട എന്നായിരുന്നു കോൺഗ്രസിന്റെ പൊതു താല്പര്യം. പക്ഷെ എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് എന്നോർത്ത് കൊടുത്തതാണ്. പക്ഷേ അവർ നിരാശപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, തൃക്കാക്കരയിലെ വലിയ ഭൂരിപക്ഷം അവർ നിലനിർത്തുകയും ചെയ്യുന്നു. കൊച്ചി ഈ നിലവിൽ മാക്സിയാണ്. മാക്സി LDFന്റെ സീറ്റാണ്. കൊച്ചിയും എനിക്ക് തോന്നുന്നു കൊച്ചിയും വൈപ്പിനുമാണ് അവിടെയുള്ള ഒരു LDFന്റെ മണ്ഡലം. കൊച്ചിയിലെ സ്ഥിതി എന്താണ്? കൊച്ചിയിലെ UDF തിരിച്ചു പിടിക്കുകയാണ്. 43% വോട്ടുമായിട്ട് കൊച്ചി UDF തിരിച്ചു പിടിക്കുകയാണ്. LDF 34% മാത്രമേ ഉള്ളൂ, NDA 20% ഉണ്ട്, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ LDFന്റെ തോൽവിയിൽ സന്തോഷവാനാണെങ്കിൽ ഇത്രയും വലിയൊരു വ്യത്യാസം കൊച്ചിയിൽ വരുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം മാക്സിക്കെതിരെ ഒരുപാട് പരാതികളുണ്ട്. എങ്കിൽ പോലും കൊച്ചിയിൽ ആരാണ്? നമ്മുടെ ഷിയാസാണ്. ഷിയാസ് മത്സരിക്കുമ്പം ലത്തീൻ കത്തോലിക്കയുടെ ശകല എതിർപ്പൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ ഷിയാസ് ഒരു ഏറ്റവും നല്ല DCC പ്രസിഡന്റ് ആയിരുന്നു. മാത്രമല്ല, ഷിയാസിനോട് ഒരിക്കലും ഒരാൾ വർത്താനം പറഞ്ഞാൽ അയാളുടെ ഫാനായി മാറും. അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് ഷിയാസിനോട് ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ, പക്ഷെ എനിക്ക് അയാളുടെ ആരാധന തോന്നിയെന്ന് വേണം. അത്രയ്ക്കും മിടുക്കനായ നേതാവാണ്. ഇടപെടലുകൾ, രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇടപെടലുകൾ അതിവേഗമാണ്, ഭയമില്ല. അതിന്റെ ആവാം ഒരു പക്ഷേ ഷിയാസിന് വലിയ മുന്നേറ്റം കാണിക്കുന്നത്. പക്ഷെ ഇത് വളരെ അതിശയകരമാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. എറണാകുളത്ത് കോൺഗ്രസ് ഗ്രൂപ്പില്ല. എറണാകുളത്തിന്റെ പ്രത്യേകത ഷിയാസും സതീഷിന്റെ ഒരു ഫോർമുലയുണ്ട്, ഗ്രൂപ്പില്ല. പക്ഷെ 9% വ്യത്യാസം, വലിയ വ്യത്യാസമാണ്. നടക്കട്ടെ. ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്ക് മാറി. പക്ഷേ വൈപ്പിനിൽ UDF എന്തായിരിക്കും ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയ്ക്ക്? അതിന് മാത്രം വലിയൊരു നേതാവൊന്നും അല്ലല്ലോ. വൈപ്പിനിൽ ഉണ്ണികൃഷ്ണനെതിരെ ചില പരാതികൾ, ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വേറൊരു വിഷയം അതൊക്കെ കത്തിനിപ്പുണ്ടായിരുന്നു. അതിന്റെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഈഴവ എന്ന മുഖത്തിലാണ് തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുന്നത്. ബാബു മാറുമ്പോൾ അവിടുത്തെ ഈഴ വോട്ടുകൾ പിടിച്ച് ജയിക്കാം എന്നുള്ള ഇതിലാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. വൈപ്പിന് നഷ്ടപ്പെടുകയാണ് ഈ ഇടതുമുന്നണിക്ക്. UDF 44%, LDF 42%, NDA 12%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. അതായത് വൈപ്പിൻ പോലും കൈവിടുന്നു എന്നുള്ളതാണ് എറണാകുളത്തെ CPM. അപ്പോൾ എറണാകുളത്തെ മൊത്തം സ്ഥിതി നമ്മൾ നോക്കുക. നിലവിൽ എറണാകുളത്ത് ഏതാണ്ട് 5 സീറ്റ് LDF ഉണ്ടായിരുന്നു. നിലവിൽ ആകെയുള്ള ഈ സീറ്റിൽ 5 സീറ്റ് LDF ഉണ്ടായിരുന്നു. 14 സീറ്റാണ് അല്ലേ? അതെ, എറണാകുളത്ത് 14 സീറ്റാണുള്ളത്. അതിൽ 13-1 ഇത്തവണ കിട്ടുന്നത്. നേരത്തെ അത് 9-5 ആയിരുന്നു. അത് വലിയ നേട്ടം അവിടെ UDF ഉണ്ടാക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമുള്ളൂ. ഈ വൈപ്പിനും കൊച്ചിയും ഒക്കെ നഷ്ടപ്പെടുകയും അതേസമയം കളമശ്ശേരിയിൽ കളമശ്ശേരിയെ പറ്റി പറയണത് അവിടെ 2% വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ മാറാം. ഓക്കെ, ഇനി നമ്മൾ കടന്നു പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയുടെ പ്രത്യേകത 5 സീറ്റ് ഇടുക്കിയിൽ ആകെയുള്ളൂ. ഈ 5 സീറ്റിൽ ഇടുക്കിയിൽ നിലവിൽ ഒരൊറ്റ സീറ്റ് മാത്രമേ UDFനുള്ളൂ, തൊടുപുഴ. PJ ജോസഫിന് മാത്രമേ ഉള്ളൂ. ബാക്കി 4 സീറ്റും ഇടുക്കി LDFനാണ്. തൊടുപുഴ രാഷ്ട്രീയമായിട്ടല്ല, PG വ്യക്തിപരമായ ബന്ധം കൊണ്ട് കഴിഞ്ഞ വ്യക്തിപരമായി നേടിയതാണ്. അതാ ഇടുക്കിയിൽ അപ്പോഴും ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്ന്, MM മണി 38,000 വോട്ടിനാണ് ഉടുമ്പൻചോല ജയിക്കുന്നത്. റോഷി അഗസ്റ്റിൻ അപ്രതീക്ഷിതമായി മന്ത്രിയായി. ഇത് രണ്ടും സംഭവിച്ചു. ഇടുക്കിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആകെയുള്ള 5 സീറ്റാണ്. നമുക്ക് ആദ്യം പീരിമേഡിലേക്ക് പോവാം. പീരിമേഡിലെ വാഴൂർ സോമൻ മരിച്ചുപോയി. അതെ, വാഴൂർ സോമൻ എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ പറയേണ്ട ഒരു വ്യക്തിയാണ്. വളരെ ജനകീയനായ വ്യക്തിയായിരുന്നു, സാധാരണക്കാരുടെ നേതാവായിരുന്നു. ജീപ്പിലാണ് നിയമസഭയിൽ വരെ വന്നുകൊണ്ടിരുന്നത്. മലയോരത്തെ പ്രതിനിധീകരിച്ച ഒരു MLA ആയിരുന്നു അദ്ദേഹം. ബിജുമോളെ മാറ്റിയിട്ട് വാഴൂർ സോമൻ കൊടുത്തു. അപ്പോൾ ബിജുമോളിനെ മാറ്റുമ്പോൾ തന്നെ വാഴൂർ സോമൻ തോറ്റു പോകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അതിജീവിച്ച് വാഴൂർ സോമനാണ് ജയിച്ചത്. പക്ഷേ ജനകീയ മുഖമായതുകൊണ്ടാണ് ജയിച്ചു പോയത്. സിറിയക് തോമസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു. ഈ പീരിമേഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസഫ് വാഴയ്ക്ക് നിന്ന നല്ലതാണെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതുപോലെ പീരിമേഡ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. UDF കോൺഗ്രസ് ആദ്യം അലോഷീസ് ആഗ്രഹിച്ചിരുന്നു പീരിമേഡ് മത്സരിക്കാൻ. അതെ, അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം എന്തായാലും UDFന് 51% വോട്ടാണ്. നമ്മൾ ഇടുക്കിയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 51 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, പകുതി മാർക്ക് കഴിയാണ്. അത് LDFനോ 39%, NDA 8, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. അതായത് ഏതാണ്ട് 12% വ്യത്യാസം. പീരിമേഡിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം
അതെ. മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഉണ്ടായെന്ന് വരില്ല. അതെ. ഇടുക്കിയിൽ ആദ്യത്തെ മണ്ഡലത്തിൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ഉടുമ്പൻചോലയിലേക്ക് പോകാം. വളരെ കൗതുകമുണർത്തുന്ന ഒരു ഫലമാണ് ഉടുമ്പൻചോല. നമുക്കറിയാം 38,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം എം മണി ജയിച്ചു. അതെ, മണി ആശാൻ ജയിച്ചു. മണി ആശാൻ ആരോഗ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ മണി ആശാൻ പറഞ്ഞത് എനിക്ക് ആരോഗ്യമില്ലെങ്കിൽ ജയചന്ദ്രൻ ആരോഗ്യമില്ലെന്നാണ്. പഴയ MLA ആയ ജയചന്ദ്രൻ MLA ആയിരുന്നു. അയാൾ ആകപ്പാടെ അസുഖബാധിതനായതുകൊണ്ടാണ് മണിയാക്കിയത്. മണി ആശാൻ ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി മണി ആശാൻ പണി കൊടുത്തു എന്ന് വേണം കരുതാൻ. ഉടുമ്പൻചോലയിൽ UDF 49% വോട്ട് കിട്ടുമ്പോൾ LDF 41%, 8% വ്യത്യാസത്തിൽ സേനാപതി വേണു ജയിക്കുന്നു. സേനാപതി വേണു ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം. എന്റെ ഒരു ബന്ധു മരിച്ചപ്പോൾ ഞാൻ അവിടെ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വേണുവിനെ കണ്ടിരുന്നു. അപ്പം വേണു ഒരു നല്ല പ്രസംഗകനാണ്, അഭിഭാഷകനാണ്, പഴയ പട്ടാളക്കാരനാണ്. അയാൾ ഒരിക്കൽ 2016 മത്സരിച്ച് പാപ്പരായി പോയത്. ഉള്ള സ്ഥലമൊക്കെ വിറ്റ് അയാൾ 2021 ഞാനില്ലേ എന്ന് പറഞ്ഞ് മാറി നിന്നതാണ്. ഇക്കുറി വീണ്ടും മത്സരിക്കുന്നു, ജയിക്കും എന്നാണ് ഉടുമ്പൻചോല റിപ്പോർട്ട്. ദേവികുളമോ CPM പരമ്പരാഗത സീറ്റാണ്. CPM പരമ്പരാഗത സീറ്റാണ്. അവിടുത്തെ മൂന്നാർ ഒക്കെ അറിയാലോ, മലയോര മേഖല. പക്ഷേ അവിടെ ഇത്തവണ UDF വീണ്ടും തിരിച്ചു വരും എന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. മണി കോൺഗ്രസ് മണി, എല്ലാം മണിയാണ്. MM മണി അല്ലാതെ ഒരു മണി ഉണ്ടായിരുന്നു, വളരെ ജനകീയനായിരുന്നു. ആ മണിക്ക് ശേഷം MM മണിയിലേക്ക് മാറി. ഇത് ഇത്തവണ ആ മണിയും മൂന്നാർ അവിടുത്തെ തൊഴിലാളി സംഘടനാ നേതാവായിരുന്നു ആ മണി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ദേവികുളത്ത് വളരെ ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നതെന്നാണ് നമ്മുടെ സർവേ പറയുന്നത്. 1% വ്യത്യാസമേ ഉള്ളൂ. അത് UDF അനുകൂലമാണ്. UDF 41% വോട്ടും, LDF 40% വോട്ടും, NDAക്ക് 12% വോട്ടും, മറ്റുള്ളവർക്ക് 2% വോട്ടും, നോട്ടയ്ക്ക് 5%. നോട്ടയുടെ 5% എന്ന് പറയുന്നത് CPM വോട്ടാണ്. അസംതൃപ്ത രാജേന്ദ്രൻ എന്ന് പറയുന്ന ദീർഘകാലം MLA ആയിരുന്ന ആൾ, രാജേന്ദ്രൻ BJP പോയേണ്ട, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റാത്തവര് നോട്ടയ്ക്ക്. ദേവികുളം CPM നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു ഫലമായിരിക്കും. നമുക്ക് ഏറ്റവും സുപ്രധാനമായ മണ്ഡലം മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കി. 25 വർഷം, അതായത് 5 തവണ ഇടുക്കിയെ അടക്കി ഭരിച്ച രാജാവാണ് റോഷി അഗസ്റ്റിൻ. സാധുവാണ്, നമ്മളോടൊക്കെ നല്ല വ്യക്തിയാണ്, നല്ല ഇടപെടൽ നല്ല ആളാണ്, കുഴപ്പക്കാരനെയല്ല റോഷിക്ക്. പക്ഷേ UDF അനുകൂലമാണ് അവിടുത്തെ സർവേ ഫലം. UDF 48% വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. LDF 37%, അതായത് റോഷി അഗസ്റ്റിന് 37% വോട്ടേ കിട്ടുന്നുള്ളൂ. NDAക്ക് 10%, മറ്റുള്ളവർക്ക് 3%, നോട്ടയ്ക്ക് 2%. അതായത് 11% വ്യത്യാസത്തിൽ റോഷി അഗസ്റ്റിൻ തോറ്റുപോകും എന്നാണ് മറുനാടിന്റെ റിപ്പോർട്ട്. അതായത് OK പൗലോസ് എന്ന പഴയ DCC പ്രസിഡന്റ് അവിടെ വളരെ ജനകീയൻ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ മുഹമ്മദ് ഷിയാസിനെ കൊച്ചി നിർത്തിയതുപോലെ തന്നെയാണ് യാക്കോവക്കാർ ഒട്ടുമില്ലാത്ത ഈ റോഷി അഗസ്റ്റിന് വിനയ എന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം, റോഷി അഗസ്റ്റിനാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസനായ മന്ത്രി എന്നൊരു പിക്ചർ ഈ അടുത്ത കാലത്തുണ്ടായി. അപ്പോൾ പിണറായി വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് റോഷിയെ നശിപ്പിക്കുന്നു എന്നാണ് കാണാൻ. പിണറായി വിരുദ്ധ വികാരം ഉണ്ടോ എന്ന് സംശയിക്കേണ്ട. CPMകാർക്കിടയിൽ പോലും പിണറായി വിരുദ്ധ വികാരം. പിണറായി ഞാൻ പറഞ്ഞ നമ്മുടെ ഈ സർവേക്കൊക്കെ പോയൊരു ജോസ് കെ മാണിയുടെ വിഷയമൊക്കെ വന്നപ്പം നമ്മൾ വാർത്തകളൊക്കെ വന്നതാണ്, റോഷി അഗസ്റ്റിൻ പിണറായി വിജയൻ വിളിച്ചു, പിണറായി വിജയൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനം ഇത്രയും ജനകീയനായ നേതാവായ റോഷിക്ക് പോലും ഇടുക്കിയിൽ തിരിച്ചടിയാവുന്നു എന്നുള്ളതാണ്. ഇല്ല, നമ്മുടെ സർവേക്ക് പോയപ്പോഴേ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരെ എന്ന് ചോദിച്ചപ്പോൾ പിണറായി എന്ന് പേര് കേട്ടുമ്പോൾ ആളുകൾ വലിച്ചു കയറുക, ഇയാളുടെ പേരുള്ള സാധനം ഒപ്പെടുത്തുക. അത്രമാത്രം പിണറായി വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. എന്തായാലും പാവം റോഷി എൻ്റെ സുഹൃത്താണ്. റോഷി ഇടുക്കിയിലേക്ക് ആദ്യം മത്സരിക്കാൻ 2001 വരുമ്പോൾ ഞാൻ ദീപികയുടെ അവിടുത്തെ റിപ്പോർട്ടറാണ്. അവിടുത്തെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാൻ എന്നെയാണെന്ന് ചുമതലപ്പെടുത്തിയിരുന്നത്. മാനസാർ വിളിച്ച് പറഞ്ഞു. എന്തായാലും 25 കൊല്ലത്തെ MLA സ്ഥാനവും ഒരു മന്ത്രിസ്ഥാനവും കഴിഞ്ഞ് പാവം റോഷി പടിയിറങ്ങുന്നു എന്ന് വേണം നമ്മൾ ഇടുക്കി എന്നുള്ള വാർത്തയ്ക്ക്. ഇനി അവസാനത്തെ തൊടുപുഴ PJ ജോസഫ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഇത്തവണ മാറ്റമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിക്കുന്നത്. UDF 47% വോട്ടിൻ്റെ മുൻതൂക്കം അവിടെ ഉണ്ട്. മുൻതൂക്കമല്ല, 47% വോട്ടാണ് അവർക്ക് കിട്ടുന്നത്. LDF 35%, NDAക്ക് 14%, മറ്റുള്ളവർക്ക് 2%, നോട്ടയ്ക്ക് 2%. അതായത് ജോസഫിൻ്റെ മകൻ അച്ഛൻ്റെ പിൻഗാമിയായി സഭയിലേക്ക് വരികയാണ്. സാധുവായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, പ്രൊഫഷണലാണ്. ആകെ 5 സീറ്റാണ് ഇടുക്കിയെക്കുറിച്ച് നമ്മൾ സംയുക്തമായി പറഞ്ഞാൽ ആകെ 5 സീറ്റാണ് ഇടുക്കിയിലുള്ളത്. നിലവിൽ തൊടുപുഴ മാത്രമാണ് ഇടുക്കി UDF ബാക്കി 4 സീറ്റും LDF. എന്നാൽ ഇക്കുറി 5 സീറ്റും LDF നഷ്ടപ്പെടുന്നു. ഒരിടത്ത് അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട്, എങ്കിൽ പോലും 4 സീറ്റുകൾ UDF നേടാം. അത് തന്നെ ബാക്കിയെല്ലാം ഉറപ്പായിട്ടും UDF ആയിരിക്കും. ദേവികുളത്ത് കടുത്ത മത്സരമാണ്. ഇനി നമ്മുടെ ഈ മധ്യ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ജില്ലയായ കോട്ടയം. ആളുകളേറെ ശ്രദ്ധിക്കുന്ന ജില്ലയാണ് കോട്ടയം.
കോട്ടയത്തിന് നിലവിലുള്ള അവസ്ഥ? കോട്ടയത്ത് 9 സീറ്റാണ് ഉള്ളത്. നിലവിൽ 5 ഇടതുമുന്നണിക്കും 4 കോൺഗ്രസിനുമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 5 ഇടതുമുന്നണിക്കും 4. അതായത് ജോസ് കെ മാണി വന്നതുകൊണ്ട്, കോട്ടയം പരമ്പരാഗതമായി UDFന്റെ മണ്ഡലമായിരുന്നു. ജോസ് കെ മാണി വന്നതുകൊണ്ട് പാലാ നഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് മുൻതൂക്കം നീട്ടി. ഇപ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് മാണി അവിടെ തന്നെയാണ് നിൽക്കുന്നത്, ഇടതുമുന്നണി തന്നെ നിൽക്കുന്നു. സാഹചര്യമാണ് അതിന്റെ ഇപ്പോഴത്തെ മാറ്റം. നമ്മൾ കോട്ടയത്ത് തുടങ്ങാം. സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കോട്ടയം. UDFന് 50% വോട്ട്, LDFന് 34%, NDAക്ക് 14, മറ്റുള്ളവർ 1, നോട്ടെ 1. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഒരു തരത്തിലുള്ള എതിർപ്പും. തിരുവഞ്ചൂർ ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തോപ്പിക്കാൻ പറ്റില്ല എന്നാണ് വിശ്വാസം. അതാണ് തിരുവഞ്ചൂർ മരിക്കുന്നത് വരെ അവിടുത്തെ MLAയും അല്ലെങ്കിൽ മാറിക്കൊടുക്കണം. ബാബു മാറിക്കൊടുത്ത പോലെ ചെയ്യത്തില്ല. പക്ഷെ തിരുവഞ്ചൂർ ജയിക്കേണ്ട ആളാണ്. കേരളത്തിന്റെ ഒരു നല്ല മന്ത്രിയെ കിട്ടും. പ്രായമായാലും നിയമസഭയിൽ വളരെ എഫിഷ്യന്റ് ആണ്. അദ്ദേഹത്തിന് എനിക്ക് ഈ ഷുഗറിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് പുള്ളി വളരെ പക്ഷെ കൃത്യമായി അറിയാം തിരുവഞ്ചൂർ അടുത്ത മന്ത്രിയായി തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു. ഇത്തവണ മത്സരിക്കുന്നതിൽ ഏറ്റവും ജനകീയനായ വ്യക്തിയും തിരുവഞ്ചൂരായിരിക്കും, ജനങ്ങളുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ. തിരുവഞ്ചൂർ ഒരിക്കലും എല്ലാം മറക്കാതെ ഓർത്തിരിക്കുന്ന. അതെ അതെ അതെ. കടുത്തുരുത്തി മണ്ഡലം UDFന്റെ മറ്റൊരു കുത്തക മണ്ഡലം. മോൻസ് ജോസഫിന്റെ മണ്ഡലമാണ്. എന്താണ് സംഭവിക്കുന്നത്? മോൻസ് ജോസഫ് വീണ്ടും ജയിക്കും. UDFന് 49% വോട്ടാണ് അവിടെ ഉള്ളത്. LDFന് 37%, NDAക്ക് 9%, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 3. എന്തുവായാലും നമ്മൾ അതിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ഉറപ്പായും ഏത് സാഹചര്യത്തിലും LDF ജയിക്കുന്ന മണ്ഡലമാണ്. അതിലൊരു കാര്യമുള്ള ജോസ് കെ മാണി എന്തുകൊണ്ടാണ് മത്സരിക്കാത്തതെന്നുള്ളതിന്റെ വ്യക്തമായ സൂചന കൂടി ഇതിലുണ്ട്. അതെ, ജോസ് കെ മാണി കടുത്തുരുത്തിൽ മത്സരിച്ച് ജയിക്കുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ മത്സരിച്ചില്ല. എന്തായാലും മോൻസ് ജോസഫ് വലിയ ഭൂരിപക്ഷം നേടുന്നു. CPMന് അല്ലെങ്കിൽ LDFന് എക്കാലത്തും വിജയം സമ്മാനിക്കുന്ന മണ്ഡലമാണ് വൈക്കം. അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, അത് കോട്ടയിൽ തന്നെ തുടരും. LDFന് 42% ഉള്ളത്, UDFന് 39%. 3% വ്യത്യാസമുള്ളൂ. വ്യത്യാസമുള്ളൂ. 1, 2 ശ്രദ്ധിക്കണം. അവിടെ CPIയുടെ സ്ഥാനാർത്ഥി പഴയ CPI MLA അജിത്താണ്. LDFന്റെ BJPയുടെ സ്ഥാനാർത്ഥി. മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൈക്കത്ത് വലിയ മുന്നേറ്റം UDF നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സർവേയിൽ 3% വ്യത്യാസമുണ്ട്. പക്ഷേ നോട്ട് 3ഉണ്ട്. വേണമെങ്കിൽ അട്ടിമറിക്കപ്പെടാം. എന്തായാലും ഇപ്പൊ ഇടതുമുന്നണിയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ ഒരു മണ്ഡലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ തന്നെ അത് അവതരിപ്പിക്കാം. അത് ഏറ്റുമാനൂരാണ്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ശക്തനായ മന്ത്രിമാരിലുള്ള ഒരാളായിരുന്നു VN വാസവൻ. VN വാസവൻ മത്സരിക്കുകയാണ് ഏറ്റുമാനൂർ. VN വാസവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നത് പ്രസക്തമാണ്. സുരേഷ് കുറുപ്പിനെ പോലുള്ള മുൻ MLAമാരൊന്നും വാസവനൊപ്പമല്ല. പരസ്യമായി നിഷേധിക്കുന്നില്ലെങ്കിലും അടുപ്പല്ല. CP ജോണിന്റെ പ്രചരണത്തിനല്ല, ഫോട്ടോ എടുപ്പിന് പോകുന്ന. മാത്രമല്ല ഈ സുരേഷ് കുറുപ്പിനെ പേഴ്സണലി അറിയാവുന്നവർക്കൊക്കെ അറിയാം ഇത്തവണ വാസവനെതിരായിരുന്നു. പരസ്യമെന്ന് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഇതിന്റെയൊക്കെ പ്രതിഫലനം UDFന് അനുകൂലമായ സാഹചര്യം. മാത്രമല്ല ഈ പ്രത്യേകതയുണ്ട്. അതായത് കേരള കോൺഗ്രസ് പിടിച്ചു മേടിച്ച സീറ്റാണ്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് പ്രിൻസ് ലൂക്കോസ് ആയിരുന്നു സ്ഥാനാർത്ഥി. മരിച്ചുപോയി. എൻ്റെ ഒരു ബന്ധുവായിരുന്നു, പക്ഷെ മരിച്ചുപോയി. അദ്ദേഹം MLA ആയിട്ട് എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി. ആ സീറ്റിലേക്ക് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ദീർഘകാലത്തിന് ശേഷം കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. DCC പ്രസിഡന്റ് ആയിരുന്നു സുരേഷ് നാട്ടകം. സുരേഷാണ്, ജനകീയനാണ്. പ്രിയപ്പെട്ടവരെ കേട്ടോളുക. ഏറ്റുമാനൂരിൽ 44% വോട്ടുകളോടുകൂടി UDFന്റെ സ്ഥാനാർത്ഥിയായ നാട്ടകം സുരേഷ് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. VN വാസവന് 40%, NDAക്ക് 12%, മറ്റുള്ളവർക്ക് 2%, നോട്ടയ്ക്ക് 2%. അവിടെ ഈ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞതാണ്. കാര്യം BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല അവിടെ. പക്ഷെ അത് ഏറ്റില്ല. അത് UDFന് ഗുണകരമായി മാറുന്നു എന്ന് വേണം കരുതാൻ. പിന്നെ ശബരിമല വികാരം അതുണ്ടെങ്കിൽ പ്രതിഫലിക്കേണ്ട മണ്ഡലമാണ് മണ്ണ്. അതെ അതെ, അത് പുതുപ്പള്ളി പറയൂ രമേശ്. പുതുപ്പള്ളിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ചാണ്ടി ഉമ്മനെ നിലനിർത്തുകയാണ്. 51% വോട്ടാണ് UDF അവിടെ നേടുന്നത്. LDFന് 38%, BJP അല്ലെങ്കിൽ NDAക്ക് 9%, മറ്റുള്ളവർക്കൊന്ന്, നോട്ടയ്ക്കൊന്ന്. വളരെ ഈസി വാക്കോർ. അതായത് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി തരംഗമുള്ളപ്പോൾ ചാണ്ടി ഉമ്മൻ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം സൈക്കിളിൽ നിന്ന് നേടിയേക്കും. മിടുക്കനാണ് അവൻ. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടിയുമ്മൻ ജയിക്കുമെന്ന് കരുതാം. കാഞ്ഞിരപ്പള്ളിയിലെ മത്സരം വളരെ രസകരമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ LDF UDF മത്സരമല്ല, അത് ജയരാജന്റെ വോട്ടാണത്. അതിനകത്ത് നായർ വോട്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ജയരാജന്റെ വോട്ടാണ്. എങ്ങനെയായിരിക്കും കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ പ്രതിഫലിക്കുന്നത്? പഴയ വാഴൂരാണ് ഇപ്പം കാഞ്ഞിരപ്പള്ളിയായും മാറിയത്. അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയായിരുന്നു അവിടെ ദീർഘകാലം
കുറുപ്പ് നാരായണക്കുറുപ്പ് അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയിലാണ് വരുന്നത്. അദ്ദേഹം 43% വോട്ടാണ് LDFന് കാഞ്ഞിരപ്പള്ളിയിൽ കിട്ടുന്നത്. UDFന് 40%, NDAക്ക് 14%, മറ്റുള്ളവർക്ക് 2, നോട്ടയ്ക്ക് 1. കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന സ്ഥലം പക്ഷേ വോട്ട് അവിടെ നേടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രതീക്ഷ വോട്ട് അവിടെ നേടാൻ പറ്റുന്നില്ല. ഒരു കേന്ദ്രമന്ത്രി ഇറക്കിയിട്ടും 3% വ്യത്യാസമേ ഉള്ളൂ. LDFനാണ് വിജയസാധ്യത. UDFിന്റെ ഒരു കാഞ്ഞിരപ്പള്ളി സെന്റ് ജോർജ് കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം വളരെ മുന്നേറ്റം നടത്തുന്നു. അതുകൊണ്ടാണ് 40% വരെ എത്തുന്നത്. അവസാനം എത്തുന്നുണ്ട്. എന്തായാലും നേട്ടം കാണുന്നുണ്ട്. നമുക്ക് അടുത്തത് ചങ്ങനാശ്ശേരി LDFും UDFും കട്ടയ്ക്ക് നിൽക്കുന്ന മണ്ഡലമാണ്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമാണ് ഈ ചങ്ങനാശ്ശേരിയുടെ പ്രത്യേകത. ജോസഫും മാണിയും തമ്മിലുള്ള മത്സരമാണ്. നിലവിൽ ജോബ് മൈക്കിൾ എന്ന കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥിയാണ് MLA. ജോബ് മൈക്കിളിനെ നേരിടുന്ന മറ്റൊരു ജോബ് തന്നെ. ആ ജോബ് മത്സരിക്കുന്നു. എന്താണ് ചങ്ങനാശ്ശേരിയിലെ അവസ്ഥ? ചങ്ങനാശ്ശേരി UDFനൊപ്പം വരുമെന്നാണ് നമ്മുടെ സർവേ ഫലം കാണിക്കുന്നത്. UDFന് 43%, LDFന് 41%, NDAക്ക് 14%, മറ്റുള്ളവർക്ക് 1, നോട്ടയ്ക്ക് 1. അങ്ങനെയാണ്. അതായത് UDFന്റെ സീറ്റായി മാറുകയാണ് ചങ്ങനാശ്ശേരി. UDF പിടിക്കും എന്നാണ് റിപ്പോർട്ട്. പൂഞ്ഞാറിലേക്ക് പോകാം. ത്രികോണ മത്സരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു മണ്ഡലമാണ് പൂഞ്ഞാർ. എൻ്റെ മണ്ഡലമാണ്. ഇത്തവണ ഇനി തീരുമാനിക്കണം വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. പൂഞ്ഞാറിൽ PC ജോർജാണ് BJPയുടെ സ്ഥാനാർത്ഥി. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലാണ് LDFന്റെ സിറ്റിംഗ് MLA ആണ്. കേരള കോൺഗ്രസ് ആണ്. ഒപ്പം തന്നെ തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി ഒരു സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് സജിയാണ്. പുതുമുഖമാണ്. അതായത് ഇയാൾ അവിടെ അത്ര പരിചിതനായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് അയാൾ അവിടെ കയറി വന്നു എന്നുള്ളതാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്? UDF ജയിക്കുമെന്നാണ്. UDF വീണ്ടും അതൊരു അത്ഭുതമാണ്. UDF നല്ല മിടുക്കനായ MLA ആണ്. ശക്തമായ മത്സരമാണ് നടക്കുന്നത്. 35% വോട്ടുമായിട്ട് UDF അധികാരത്തിൽ വരുമെന്നാണ് സർവേ പറയുന്നത്. LDF 34%. അതിനകത്ത് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ വളരെയധികം ജനകീയനായ ഒരു MLA ആണ്. അയാൾ മണ്ഡലത്തിനപ്പുറത്തേക്ക് പോകുന്ന MLA ആണ്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ടോമി കല്ലാനി 3ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ആ UDF ജയിക്കുമെന്ന് പറയുന്നതിന്റെ കാരണം വളരെ വ്യക്തമാണ്. ഏതാണ്ട് 30,000-ഓളം മുസ്ലിം വോട്ടുകൾ ആ മണ്ഡലത്തിലുണ്ട്. ഈ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ തവണ PC ജോർജിനെ തോൽപ്പിക്കാൻ വേണ്ടി LDFന് പോയി. ഇക്കുറി ഈരാറ്റുപേട്ട ഭാഗത്ത് തന്നെയുള്ള ആളാണ് UDF സ്ഥാനാർത്ഥി. അയാൾക്ക് മുസ്ലിം വിശ്വാസം പിടിച്ചെടുക്കാൻ കഴിഞ്ഞാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമായിരിക്കും മുമ്പിൽ. PC ജോർജിന് 28% വോട്ട് മാത്രമേ. അപ്പം ശക്തമായ ത്രികോണം അല്ലേ? 35, 34, 28. ഇതിനെല്ലാം വേണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജോർജ് മുന്നേറിയിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് ജോർജിന്റെ അവസാനത്തെ പ്രസ്താവനയുടെ ബിഷപ്പുമാരെ അച്ഛന്മാരെ അത് ജോർജിന് പണിയായി പോയി. അതുകൊണ്ടാവാൻ നഷ്ടപ്പെടുന്നത്. പാലയിൽ ജോസ് കെ മാണി കഴിഞ്ഞ തവണ തോറ്റുപോയി. അതിനുമുമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയി. എന്നിട്ടും ജോസ് കെ മാണി ധൈര്യപൂർവ്വം മത്സരിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. കാരണം ജോസ് കെ മാണിയോട് കടുത്തുരുത്തിപ്പോയി മത്സരിക്കാൻ ഞാൻ വരെ ഉപദേശിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മത്സരിക്കുകയാണെങ്കിൽ പാലായിലെ മത്സരിക്കൂ, തോറ്റാലും തോക്കട്ടെ, എൻ്റെ അപ്പൻ്റെ സ്ഥലമാണ്, വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. ജോസ് കെ മാണി ഇക്കുറി മത്സരിക്കുന്നു. മാനസി കാപ്പനാണ്, ഷോൺ ജോർജ് ആണ്. അതിശക്തമായ ത്രികോണ മത്സരം. അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലൊരു മണ്ഡലമായി പാല മാറിയിരിക്കുന്നു. പൂഞ്ഞാറിനേക്കാൾ ശക്തമായ ത്രികോണ മത്സരം. അച്ഛനേക്കാൾ PC ജോർജിനേക്കാൾ വലിയ പ്രകടനം ഷോൺ ജോർജ് കാഴ്ചവെക്കുന്നു. LDFന് 33% വോട്ടാണ് കിട്ടുന്നത്. UDFന് 32% വോട്ട്. NDAക്ക് 30% വോട്ട്. അസാധാരണം. അതായത് UDFും LDFും NDAയും ഒരുമിച്ച് നിൽക്കുന്ന ആര് വേണമെങ്കിലും ജയിക്കാം. നോട്ടയ്ക്ക് 2 ഉണ്ട്. അവരൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. അതായത് ജോസ് കെ മാണി 33%, മാനസി കാപ്പൻ സിറ്റിംഗ് MLA 32%, ഷോൺ ജോർജ് 30%. 3 പേരും ഏതാണ്ട് ഒരുപോലെ നിൽക്കുന്നു. ആര് വേണമെങ്കിലും ജയിക്കാം. തൽക്കാലം നമ്മുടെ കണക്കനുസരിച്ച് ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത്. ഇതാണ് നമ്മുടെ മധ്യ കേരളത്തിലെ 5 ജില്ലകൾ പൂർത്തിയായിരിക്കുന്നത് ഇതുവരെ. അതും ഇതോട് കൂട്ടി കോട്ടയത്തെ മൊത്തം ചിത്രം പറഞ്ഞാൽ കോട്ടയത്ത് നിലവിൽ 5 LDFും 4 UDFും ആയിരുന്നു. അത് 6 UDFും 3 LDFും ആയി മാറുന്നു. അവിടെ നേട്ടം ഉണ്ടാവുന്നുള്ള കോട്ടയം ജില്ലയിൽ. പിന്നെ രണ്ടാം ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ UDFന് രണ്ടാം ഘട്ടത്തിൽ കിട്ടുന്നത് 32 സീറ്റാണ്. രണ്ടാം ഘട്ടത്തിൽ UDFന് 32 സീറ്റുകൾ കിട്ടും. LDFന് 20 സീറ്റ്, BJPക്ക് 1 സീറ്റ്. അത് പാലക്കാടാണ് അല്ലേ? പാലക്കാട് 1 സീറ്റ്. ഒന്നാം ഘട്ടത്തിൽ ആകെ ഉള്ള 48-ൽ UDFന് 28 സീറ്റ്, LDFന് 19 സീറ്റ്. മഞ്ചേശ്വരത്ത് UDFോ BJP ആർക്ക് വേണം തുല്യ നിലയിലാണ് ഇരിക്കുന്നത്. ആകെ 101 സീറ്റുകൾ. ആ 101 സീറ്റുകളിൽ 60 സീറ്റ് UDFന്, 39 സീറ്റ് LDFന്, 1 സീറ്റ് BJPക്ക്, 1 സീറ്റ് BJPക്കോ 2 പേർക്ക്. അങ്ങനെയാണ് അവസ്ഥ. എന്ന് വെച്ചാൽ 140-ൽ 101 സീറ്റുകൾ കഴിഞ്ഞപ്പോൾ UDFന് 60 സീറ്റുണ്ട്.
അവർക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 11 സീറ്റ് അല്ല, ഒരു സീറ്റിൽ ആർക്ക് വേണമെങ്കിലും ജയിക്കാന്നുള്ളതുണ്ട്. അതെ അതെ നമുക്ക് 10 സീറ്റ്. അതെ അതെ 10 സീറ്റ് കൂടെ കിട്ടിയാൽ UDF അധികാരം വരുന്ന സാഹചര്യമുണ്ട്. അവശേഷിക്കുന്ന അതായത് 39 മണ്ഡലങ്ങളിലെ ഫലം, അവശേഷിക്കുന്ന 31 മണ്ഡലങ്ങളിലെ മറുനാടൻ സർവേ ഫലം നാളെ സംപ്രേഷണം ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ. രമേശേ, എന്തെങ്കിലും പറയൂ. വളരെ ശക്തമായ മത്സരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ 60 സീറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി 10 സീറ്റും കൂടെ മതി. 39 സീറ്റിൽ നിന്ന് 10 അല്ലെങ്കിൽ 11 സീറ്റ് കിട്ടിയാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തും. പക്ഷേ 39 സീറ്റിൽ നിന്ന് ബഹുഭൂരിപക്ഷം പിടിച്ചാൽ മാത്രമേ അവർക്ക് ഇടതുമുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റൂ. UDF അനുകൂലമാണ് സാഹചര്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.